യം ശൈവാസമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ. മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് സ്വാത്മാനന്ദ പ്രബോധകഃ. ഹരി 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 ഓം തസ്. ജയ ഗുരു ജയ ഗുരു. അപ്പം അതുപോലെ നമുക്ക് ഒരു 3 തവണ എല്ലാവരും കൂടി ഓങ്കാരം ജപിച്ച് ഭൂതലത്തിൽ മുഴുവനും ഒന്ന് എത്തി മടങ്ങണം. ഇതാ കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, വിഷമിക്കാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് മനസ്സും വായും തുറന്ന് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ജപിക്കാം. ഇതാ ഓ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും ആ ഉപനിഷത്ത് തലത്തിൽ തന്നെയല്ലേ ഇരിക്കണത്? മനസ്സും ബുദ്ധിയും അങ്ങോട്ട് എത്തിയോ? ചരിത്രാതീത കാലം നമ്മുടെ പൂർവികർ ആലോചിച്ചു കൊണ്ടിരുന്ന കണ്ടുപിടിച്ച കാര്യങ്ങൾ, അതിലേക്കാണ് നമ്മളിവിടെ എത്തി നോക്കുന്നത്. നിങ്ങളുടെ മനസ്സെല്ലാം വളരെ ദിവ്യവും പവിത്രവുമായിരിക്കണം. ഉപനിഷത്ത് കർത്താക്കൾ എത്ര കാലം അവരുടെ തപസ്സും സ്തുതിയും കർമ്മവും ധ്യാനവുമൊക്കെയായി നടത്തി എന്ന് പറയാൻ പറ്റില്ല. എല്ലാം താണ്ടിക്കിടന്ന സംഹിത, ബ്രാഹ്മണം, ആരണ്യകം, ഈ 3 വിഭാഗങ്ങളെയും താണ്ടിക്കിടന്നാണ് അവരെത്തിയത്. എവിടെ? ഉപനിഷത്ത് എന്ന് പറയുന്ന തലത്തിൽ. അവിടുന്ന് പറഞ്ഞത് എന്താ? ഈ ലോകം ഈ ലോകത്തിൽ ചരാചരങ്ങളുണ്ട്. ജീവനില്ലാത്തതും ജീവനുള്ളതുമുണ്ട്. പഞ്ചഭൂതങ്ങൾക്കൊന്നും ജീവനില്ല. അതിൽ ഭൂമിയിലാണ് നമ്മൾ അറിയുന്നിടത്തോളം ജീവജാലങ്ങളും സസ്യലതാദികളുമൊക്കെ ഉള്ളത്. എവിടെയാണോ തൊട്ടാൽ അറിയുക, അവിടെയാണ് ഈ ജീവൻ. എന്തെങ്കിലും ഒരു സ്പർശം ഉണ്ടായി എന്നുണ്ടെങ്കിൽ ആ സ്പർശത്തിനൊരു പ്രതികരണം രചിക്കാൻ സാധിക്കുമ്പോഴാണ് അവിടെ ജീവൻ, ചേതന, ഒരു സാന്നിധ്യമുണ്ടെന്ന് പറയുന്നത്. അതിവിടെയാണ്, നമ്മുടെ ഭൂതലത്തിലാണ് നമ്മൾ കാണുന്നത്. അതിന് ചൂട് വേണം, വെള്ളം വേണം,
ധാതുക്കളും ലവണങ്ങളും എല്ലാം അടങ്ങുന്ന ഒരു ഗോളവും ആവശ്യമാണതിന്. അപ്പോഴേ ഭക്ഷണ വസ്തുക്കളൊക്കെ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളെല്ലാവരും നല്ല പോലെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചമുണ്ടല്ലോ, ഈ പ്രപഞ്ചം, ഇതിൻ്റെ ഉത്പത്തിസ്ഥാനം സ്രോതസ് എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. അതിനെയാണല്ലോ നമ്മൾ ഈശ്വരൻ, ബ്രഹ്മം എന്നൊക്കെ പറയുന്നത്. ആ സ്രോതസ്സിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്നൊരു ചോദ്യം, അന്വേഷണം. നമ്മൾക്ക് ആർക്കും അത് ഉണ്ടായ സമയത്ത് ഉണ്ടാകാൻ സാധിക്കുമായിരുന്നില്ല. ഇത് ഇല്ലാതെയാവുമ്പോഴും നമ്മൾ സാക്ഷികളാവില്ല. അവിടേക്ക് എത്താൻ ഒരൊറ്റ വഴി ആലോചനയും ഊഹാപോഹവും മാത്രമേ ഉള്ളൂ. കണ്ട വസ്തുക്കളെയൊക്കെ പ്രമാണമാക്കി കാണാൻ പറ്റാത്ത ഒന്നിനെക്കുറിച്ച് ഗണിച്ചുണ്ടാക്കണം, ഊഹിച്ചുണ്ടാക്കണം. അവിടെയാണ് നമ്മുടെ ഭാരതീയ തത്വചിന്തയുടെ വിശേഷം. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. യുക്തിസഹമായിട്ടാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങളെല്ലാം. 3 ഉദാഹരണമാണ് പറഞ്ഞത്. എട്ടുകാലി മനഃപൂർവ്വം അതിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നൂല് അങ്ങോട്ട് വിസർജിക്കണു, എന്നിട്ട് കൂടുണ്ടാക്കണു. എവിടെയെങ്കിലും പഴച്ചു എന്ന് കണ്ടാൽ അത് പിൻവലിക്കാനും അതിന് സാധിക്കും. അപ്പോൾ ഈ ഉണ്ടായത് തന്നെ ഇതിൻ്റെ സ്രോതസ്സ് അറിഞ്ഞും കൊണ്ടാണ്. അത് നിർഗളിച്ചതുപോലെ അതിനെ പിൻവലിപ്പിക്കാനും സാധിക്കും എന്നാണ് ആദ്യത്തെ ധാരണ നമുക്കുണ്ടാവുക. എന്നാൽ അത് ശരിയാണോ? അല്ല. മനുഷ്യൻ്റെ ധാരണ കൂടുതൽ ഗാഠമാവുമ്പോൾ, പാരമാർത്ഥികമാവുമ്പോൾ മനസ്സിലാവും ഈ സ്രോതസ്സ് അനങ്ങാതെ ഇരിക്കുന്ന ഒന്നാണ്. അതിനൊരു മനഃപൂർവ്വതയൊന്നുമില്ല. മനസ്സും മനഃപൂർവ്വതയൊക്കെ മനുഷ്യനും ജീവനും ഒക്കെ വരുമ്പോഴാണ്. അപ്പോൾ പിന്നെ എങ്ങനെയുണ്ടായി? ഭൂതലത്തിൽ മഴ പെയ്താൽ സസ്യലതാദികൾ ഇങ്ങനെ പൊട്ടിമുളച്ച് വരും. ഭൂമി ഇത് വല്ലതും അറിയുന്നുണ്ടോ? ഇല്ല. മഴ പെയ്ത് കുതിർന്നു, അതിൻ്റെ ഉള്ളിലുള്ള വിത്തുകളും പല സാധനങ്ങളുമായിട്ട് മുളച്ചങ്ങോട്ട് പൊന്തി. ഭൂമി അതിനൊരു സാക്ഷി പോലുമല്ല. ഭൂതലത്തിൽ അങ്ങനെ സംഭവിക്കണു എന്നേ പറയാൻ പറ്റുള്ളൂ. ഭൂമി അറിഞ്ഞും കൊണ്ടല്ല. അത് രണ്ടാമത്തെ ധാരണ. മൂന്നാമത്തെ ധാരണയോ? അതും വിട്ട് ഇതിനെ ഹേതു ഒരു സചേതനം, ചേതന വസ്തുവാണ്. എന്നാൽ ഈ കാണുന്നത് മുഴുവൻ ജഡമാണ്. പഞ്ചഭൂതങ്ങളടക്കം എല്ലാം ജഡമാണ്. അപ്പോൾ ചേതനാത്മകമായ ഒരു സോഴ്സിൽ നിന്ന്, ഒരു സ്രോതസ്സിൽ നിന്ന് ഈ ജഡവസ്തുക്കൾ ഉണ്ടാവുന്നതിനൊരു തെളിവ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം തന്നെയാണ്. ആ ശരീരത്തിൽ രോമങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ തലമുടിയുമുണ്ട്. കേശം, ലോമം, ഈ രണ്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് വളരുന്നതാണ്. എവിടുന്ന് വളരുന്നുവോ അത് ചേതനാമയമാണ്. പക്ഷേ ഈ വളർന്ന സാധനം ജഡമാണ്. നിങ്ങൾക്ക് ഈ രോമം അങ്ങോട്ട് മുറിച്ചാലും ശരീരത്തിനൊന്നും പറ്റില്ല. തലമുടിയൊക്കെ നമ്മൾ ക്രോപ്പ് ചെയ്യാറുണ്ടല്ലോ മാസം പ്രതിയൊക്കെ. അത് ശരീരത്തിന് വല്ലതും പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അതേമാതിരിയാണ് ഈ ലോകം എന്ന്. ഈ ലോകം മുഴുവനും അങ്ങനെ ജഡസ്വരൂപമാണ്. ഇതിലിപ്പോൾ ഒരു ആണവിക സ്ഫോടനമുണ്ടായി, ഒരു ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്ന് വിചാരിക്കുക. ഒരു ഗോളം തന്നെ തകർന്നു പോയി എന്ന് പറയാം. അമേരിക്കയുടെ കയ്യിൽ ആണവിക ബോംബുകൾ എത്രയുണ്ടെന്ന് അറിയാമോ? അതിൻ്റെ 4/1 ഭാഗം പൊട്ടിച്ചാൽ ഭൂമി തന്നെ ഉണ്ടാവില്ല എന്ന്. അങ്ങനെ നശിച്ചു പോകുന്നാണ് പറയണേ. അപ്പം അങ്ങനെ ഒരു നാശം സംഭവിക്കുമ്പോൾ ഇതിനെ താങ്ങി നിലനിർത്തുന്ന ആ മൂലപ്പൊരുളിന് വല്ല കോട്ടവും വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല. എന്താ കാരണം? കേശത്തിനെയും ലോമത്തെയും പോലെയാണ് ഈ പ്രപഞ്ചം. അത് നിശ്ചേതനമാണ്. അത് എന്തു തന്നെ വന്നോട്ടെ, ഈശ്വരന് യാതൊന്നും പറ്റില്ല. നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും ഉള്ളിലുള്ള ജീവന് ഒരു കോട്ടവും വരില്ല. ഇപ്പോൾ ശരീരം കൈ മുറിഞ്ഞു എന്നുണ്ടെങ്കിൽ ജീവൻ അറുക്കപ്പെടുന്നില്ല. അങ്ങനെ ഒരു വിശേഷമാണ്. ഈ ധാരണയിലാണ് നമ്മുടെ ചിന്തകന്മാർ അവസാനം എത്തിച്ചേർന്നത് അവിടെയാണ്. യഥോർണനാഭിസൃജതേ ഗൃഹ്ണതേജ യഥാ പൃഥിവ്യാം ഓഷധയഃ സംഭവന്തി യഥാ സതഃ പുരുഷാത് കേശലോമാനി തഥാക്ഷരാത് സംഭവതീഹ വിശ്വം. ഈ പ്രപഞ്ചം വളർന്നങ്ങനെ വന്നു. ഇത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ ഒന്നുമല്ല. പ്രപഞ്ചം അങ്ങനെ വളർന്നു വന്നു. ഈ വളർച്ചയ്ക്ക് കാരണം എന്താ? ബ്രഹ്മമാണല്ലോ മൂലപ്പൊരുൾ. തപസാചീയതേ ബ്രഹ്മ തഥോന്നമഭിജായതേ അന്നാത് പ്രാണോ മനഃസത്യം ലോകാഹ കർമ്മസുചാമൃതം. ഞാൻ മുണ്ടകോപനിഷത്താണ് പറയുന്നത്.
ശൗനകൻ എന്ന് പറയുന്ന മഹാഗൃഹസ്ഥൻ അങ്കിരസ് തപസ് ചെയ്തുകൊണ്ടിരുന്ന ആ മഹർഷിയുടെ അടുത്ത് കാട്ടിൽ ചെന്ന് നമസ്കരിച്ച് എന്തിനെ അറിഞ്ഞാലാണോ എല്ലാം അറിയപ്പെടുക എന്നൊരു ചോദ്യം ചോദിച്ചതിന് മറുപടിയാണ് ഈ പറയുന്നതെന്ന് നിങ്ങൾ ഓർമ്മ വയ്ക്കണം. തപസ്സുകൊണ്ടാണ് ബ്രഹ്മം വികസിക്കുന്നത്, വീർക്കുന്നത്. ഈ തപസ് എന്നൊരു വാക്ക് നിങ്ങളാരും അത്ര ശ്രദ്ധിക്കാത്തൊരു വാക്കാണ്. എന്നാൽ ഭൂമാനന്ദ സ്വാമിക്ക് പറയാനുള്ളത് നിങ്ങൾ നല്ല പോലെ അറിയേണ്ട ഒരു വാക്കാണ് ഈ തപസ്. നിങ്ങൾക്ക് ക്ഷേത്രവും ക്ഷേത്രാരാധനയും പൂജയും പുഷ്പവും പോക്കും വരവും പ്രസാദവും ഇവിടെയൊക്കെ ചൂടാനേ അറിയുള്ളൂ. തപസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. തപസ്സിനാണ് ഏറ്റവും ശക്തി കൂടുതൽ. നമ്മുടെ പാണിനി മഹർഷി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് ഒരു വ്യാകരണം എഴുതണം. ചരിത്രാതീത കാലം മുതൽക്കേ ഇവിടെ നിലവിലുള്ള വേദസാഹിത്യങ്ങൾക്കടക്കം ഒരു ഗ്രാമർ എഴുതി ഉണ്ടാക്കണം. ഉപായപ്പെട്ട കാര്യമൊന്നുമില്ല, സാമാന്യ ബുദ്ധി കൊണ്ടാവില്ല. അദ്ദേഹം എന്ത് ചെയ്തു? പരമശിവനെക്കുറിച്ച് തപസ് ചെയ്ത് എന്താ ഈ തപസ്? തപസ് ചെയ്യാൻ ഒരു പുഷ്പം വേണ്ട, വെള്ളം വേണ്ട, ദ്രവ്യം വേണ്ട. നമ്മുടെ ശരീരവും മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ മതി. പാർവതി പഞ്ചാഗ്നി മധ്യത്തിലിരുന്നാണ് തപസ് ചെയ്തത് പരമശിവന് ഭർത്താവായി കിട്ടാൻ. ആ കുട്ടി എന്ത് ചെയ്തു? പാർവതി ശരീരം മാത്രമേ ഉപയോഗിച്ചുള്ളൂ. പഞ്ചാഗ്നി മധ്യം എന്ന് പറഞ്ഞാൽ എന്താ? 4 ഭാഗത്തും തീപ്പൂട്ടി മുകളിൽ തിളയ്ക്കുന്ന സൂര്യനും അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് ആ പെൺകുട്ടിയുടെ സങ്കല്പം മുഴുവനും. ശിവൻ പ്രത്യക്ഷപ്പെട്ടു, ഭർത്താവായി കിട്ടുകയും ചെയ്തു. അപ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ് പ്രവർത്തിക്കുന്നതും ഉരുകുന്നതും. ആ തപസ്സിൻ്റെ ശക്തിക്ക് ഒന്നും പൊരുത്തപ്പെടില്ല വേറെ. അപ്പോൾ പാണിനി തപസ് ചെയ്തിട്ട് പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ഉടുക്ക് ഗുഡുഗുഡു മുടുമുഡു ചുടു ചുടു എന്ന് പറഞ്ഞിങ്ങനെ വായിച്ചു. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് മാഹേശ്വര സൂത്രങ്ങൾ കിട്ടിയത്. ആ ഈ ഉണ്ണ് ഏ ഓങ് ഐ ഔജ് ഹയവരട് എന്നിങ്ങനെ മാഹേശ്വര സൂത്രങ്ങളിൽ നിന്നാണ് നമ്മുടെ ആൽഫബറ്റ് അക്ഷരമാലയൊക്കെ ഉണ്ടായത്. തപസ്സുകൊണ്ട് കിട്ടിയതാണ്. എല്ലാവരും ഇവിടെ തപസ്സുകൊണ്ടാണ് എല്ലാം നേടിയിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ പോലും പ്രദ്യുമ്നൻ ജനിക്കുന്നതിന് മുൻപ് 12 കൊല്ലക്കാലം ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്തു എന്നാണ് മഹാഭാരതം പറയുന്നത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒരാളുടെ കയ്യും കാലും കെട്ടി വെള്ളമില്ലാത്തൊരു കിണറ്റിൽ കൊണ്ട് അങ്ങോട്ട് ഇട്ടു. അവിടെ മുള്ളും ഉണ്ട്, പാമ്പും ഉണ്ട്, ഒക്കെ ഉണ്ട്. ആ ആളവിടെ നിന്ന് എന്താ ചെയ്യുക? തപസ് ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ തപസ് ചെയ്യാൻ മനസ്സ്, ബുദ്ധി, ഉണർവ് മാത്രം മതി. അപ്പോൾ ആന്തരമായും അതിസൂക്ഷ്മമായും നടക്കുന്ന ഒരു വിശേഷപ്പെട്ട പ്രക്രിയയാണത്. അതിനെ ദ്രവ്യത്തിൻ്റെ ചലനത്തോടോ കൈകാലുകളുടെ ചലനത്തോടോ കണ്ണ് അടഞ്ഞു തുറങ്ങുന്നതിനോടോ ഒന്നും ഉപമിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സും ബുദ്ധിയും ചെയ്യുന്ന ആ ഉരുക്കമാണ് ഈ തപസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു തപഃപ്രക്രിയയിലൂടെയാണ് ഈ ബ്രഹ്മം വളർന്നത്. ആ ബ്രഹ്മം വളർന്നപ്പോൾ ആദ്യമായി ഉണ്ടായതാണ് മാറ്റർ, അന്നം, ദ്രവ്യം. അതാണ് ഉണ്ടായത്. ആ ദ്രവ്യത്തിൽ നിന്ന് പിന്നെ ഉണ്ടായതാണ് ഒരു ശക്തി, അതാണ് പ്രാണൻ. ഇത് രണ്ടും കൂടി ആയപ്പോൾ പിന്നെ മനസ്സ് വന്നു അവിടെ. ആ മനസ്സിനെ തുടർന്ന് എന്തുണ്ടായി? പഞ്ചഭൂതങ്ങളുണ്ടായി. പഞ്ചഭൂതങ്ങൾ ഉണ്ടായതോടുകൂടി ലോകവും ലോകത്തിലുള്ള പ്രവൃത്തികളും നൂലാമാലകളുമായി. കേൾക്കുന്നുണ്ടോ? തപസാചീയതേ ബ്രഹ്മ. തപസ്സുകൊണ്ടാണ് ബ്രഹ്മം വർദ്ധിച്ചത്. ആ ബ്രഹ്മത്തിൻ്റെ കൂടെ വേറെ ഒരു വസ്തുവില്ല അവിടെ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ആ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന ആ ബ്രഹ്മം ഇങ്ങനെ പലതായി തീർന്നത് തപസ് മൂലമാണ്. തപസ്സുകൊണ്ട് നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാം. ആലഭാരം കൂട്ടി വലിയ പൂജയൊക്കെ നടത്തി അപ്പുറത്ത് വെറുതെ ഇരുന്നൊരു തപസ് ചെയ്താൽ മതി. അതിഥി എന്താ ചെയ്തേ? പയോവ്രതം അനുഷ്ഠിച്ചു. ഇപ്പുറത്തോ വലിയ യാഗാമഹാബലി നടത്തുന്നത്. ആ യാഗത്തിനെയൊക്കെ അതിശയിക്കുന്ന ഫലമാണ് അതിഥിയുടെ പയോവ്രതത്തിനുണ്ടായത്. അപ്പം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, കയ്യിൽ ഒരു സാധനവും എടുക്കാതെ ഒരു മുറിയിൽ വാതിലടച്ചിരുന്ന് കണ്ണും അടച്ച് ചെയ്യുന്നത് എന്തോ അതാണ് തപസ്. തദേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യം സ്ഥാനി ത്രേതായാം ബഹുധാ സന്തതാനി താന്യാചരഥ നിയതം സത്യകാമാ യേഷവഃ പന്ഥാ സുഹൃതസ്യ ലോകേ.
ഈ ഉപനിഷത്ത് ഏറ്റവും വിശേഷപ്പെട്ട ഉപനിഷത്താണ്. ഞാൻ ആദ്യമായിട്ട് വായിച്ചത് ഈ ഉപനിഷത്തായിരുന്നു. ഇതുപോലെ ഞാൻ വേറെ ഒരു ഉപനിഷത്ത് കണ്ടിട്ടില്ല. അത്ര വിശേഷപ്പെട്ടതാ, സമഗ്രമാണ്. വേദങ്ങളിൽ നമുക്ക് കർമ്മകാന്ഡം എന്നൊരു കാണ്ഡമുണ്ട്, ജ്ഞാനകാന്ഡം എന്നൊരു കാണ്ഡമുണ്ട്. കർമ്മകാന്ഡത്തിൽ ദ്രവ്യങ്ങളും അഗ്നിയുമെല്ലാം ഉപയോഗിച്ച് ചെയ്യുന്ന ഹോമങ്ങളും യാഗങ്ങളും ഒക്കെ വളരെ പ്രധാനമാണ്. എന്നാൽ ജ്ഞാനകാന്ഡത്തിൽ ഈ പറഞ്ഞ ദ്രവ്യമൊന്നുമില്ല. ഒരു ഗുരുവിൻ്റെ അടുത്ത് ചെല്ലുക, അദ്ദേഹത്തിനോട് ചോദിക്കുക, അദ്ദേഹം പറഞ്ഞത് ശ്രദ്ധയോടുകൂടി കേൾക്കുക, ഗ്രഹിക്കുക, അത് ധ്യാനിച്ചുറപ്പിക്കുക. അവസാനം ധ്യാനിക്കുന്ന പ്രക്രിയ പോലും അസ്തമിച്ച് എല്ലാറ്റിൻ്റെയും സ്രോതസ്സിലെത്തുമ്പോഴാണ് നമുക്ക് ബ്രഹ്മജ്ഞാനം ഉദിക്കുന്നത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒന്ന് പിൻവലിയലാണ്, മറ്റതോ കൂടുതൽ ഇടപെടലാണ്. വൺ ഈസ് ഇൻവോൾവിങ്, അനദർ ഈസ് റെസിഷണൽ. റെസീഡ് ചെയ്ത് വരുന്നതാണ് തപസ്. അപ്പം ആദ്യമായിട്ട് ഈ ഉപനിഷത്ത് പറയുകയാണ്, തദേതത് സത്യം മന്ത്രേഷു കർമാണി കവയോ യാന്യപശ്യം സ്ഥാനി ത്രേതായാം ബഹുധാ സന്തതാനി. ഋക്ക്, യജുസ്, സാമം എന്ന് പറയുന്ന 3 വേദങ്ങളിൽ വളരെ വിശദമായി പല കർമ്മങ്ങളും വിധിനിഷേധങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ അനുഷ്ഠിക്കണം, ആചരിക്കണം. സത്യകാമന്മാരെ, നിങ്ങൾ സത്യം അഭിലഷിക്കുന്നുണ്ടെങ്കിൽ ഈ വേദങ്ങളിൽ പറഞ്ഞ കർമ്മമെല്ലാം നല്ലപോലെ അനുഷ്ഠിക്കണം. നിയതം സത്യകാമാ. എന്നിട്ട് പിന്നെ പറയണതോ, ഈ വേദകർമ്മങ്ങളൊക്കെ തുടങ്ങുന്നത് കല്യാണം കഴിച്ചാൽ അഗ്നിഹോത്രം, ഔപാസനം എന്നും പറയും അതിൻ്റെ ചുരുങ്ങിയ തോതിന്. അഗ്നിഹോത്രം ദിവസേന നടത്തണം, അതിനൊരു മുടക്കം ഉണ്ടാവരുത്. എന്നാൽ ഈ അഗ്നിഹോത്രം പ്രതിദിനം ചെയ്യുന്ന ഒരു നിത്യകർമ്മമാണ്. അത് മാത്രം മതിയോ? പോരാ. ഓരോ കാലയളവിൽ, ഒരാഴ്ച കൂടുമ്പോൾ, 15 ദിവസം കൂടുമ്പോൾ, ഒരു പക്ഷത്തിൽ, മാസത്തിൽ, 2 മാസം, 3 മാസം എന്ന് പറഞ്ഞ് വേറെ പല കർമ്മങ്ങളുമുണ്ട്. അതും കൂടി ചേർത്താലേ ഈ അഗ്നിഹോത്രത്തിന് വിലയുള്ളൂ എന്ന് പറയുക. യസ്യാഗ്നിഹോത്രം അദർശം അപൗർണമാസം അചാതുർമാസ്യം അനാഗ്രയണം അതിഥിവർജിതം ച അഹുതം അവൈശ്വദേവം അവിധിനാഹുതം ആ സപ്തമാംസ്തസ്യ ലോകാൻ ഹിനസ്തി. പ്രേക്ഷകരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ അഗ്നിഹോത്രം നടത്തുന്ന മനുഷ്യൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കർമ്മങ്ങളെല്ലാം അതാത് സമയത്ത് മുടക്കം കൂടാതെ ചെയ്തില്ലെങ്കിൽ ആ സപ്തമാംസ്തസ്യ ലോകാൻ ഹിനസ്തി, ആ ആൾക്കുള്ള 7 ലോകങ്ങളെയും അത് നശിപ്പിക്കുന്നു. അപ്പം ഈ കർമ്മകാന്ഡം എത്ര പേർക്ക് കൊണ്ടു നടക്കാൻ പറ്റും? അഗ്നിഹോത്രം, അദർശം, അപൗർണമാസം, അചാതുർമാസ്യം, അനാഗ്രയണം, അതിഥിവർജിതം, അതിഥിമാരെ ഊട്ടുന്നതും അതിൽപ്പെടും. ഇതെല്ലാം ചെയ്താൽ മാത്രമേ അഗ്നിഹോത്രത്തിന് ഫലമുണ്ടാവുള്ളൂ. ആ അഗ്നിഹോത്രത്തിലും ബാക്കിയുള്ള യാഗകർമ്മങ്ങളിലൊക്കെ വളരെ പ്രധാനമാണ് ഹോമകുണ്ടവും അതിൽ ജ്വലിക്കുന്ന അഗ്നിയും. ആ ജ്വലിക്കുന്ന അഗ്നിയെ ഇവർ വളരെ വിശേഷിപ്പിച്ച് പറയുകയാണ്. കാലീ കരാലീ ച മനോജവാച സുലോഹിതായ ച സുധൂമ്രവർണ സ്ഫുലിംഗിനി വിശ്വരുചീ ച ദേവി ലേലായമാന ഇതി സപ്തജിഹ്വാ. ഹോമകുണ്ടത്തിലുള്ള അഗ്നിക്ക് 7 നാക്കുകളാണെന്ന്. ആ നാക്കുകളുടെ പേരിവിടെ പറഞ്ഞിരിക്കുക. കാലി, കരാലി, മനോജവ, സുലോഹിത, സുധൂമ്രവർണ, സ്ഫുലിംഗിനി, വിശ്വരുചി, ദേവി. അപ്പം ഹോമകുണ്ടത്തിൽ അഗ്നി ഇങ്ങനെ ജ്വലിക്കണം. ജ്വലിച്ചിട്ടാ നാക്ക് പോലെ ഇങ്ങനെ പൊന്തി 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 അങ്ങോട്ട് ഇങ്ങനെ വരണം. നമ്മൾ ഭക്ഷണം കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ തിന്നാറില്ലേ, പ്രത്യേകിച്ച് മൃഗങ്ങളൊക്കെ. അതുപോലെ ആ സമയത്ത് അതിൻ്റെ ഒത്ത നടുക്ക് നാം കൊടുക്കുന്ന ദ്രവ്യങ്ങളെല്ലാം വേണ്ടതുപോലെ ദഹിച്ച് വെണ്ണീറാവത്തക്ക വിധത്തിൽ നോക്കി വേണം അവിടെ ഹോമിക്കാൻ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എത്ര ശ്രദ്ധയോടു കൂടിയിട്ടാണ് ചെയ്യണത്. സമ്മതിച്ചു, ഒക്കെ ശരി. ഞാനിത് വായിച്ചപ്പോൾ എൻ്റെ ഹൃദയം പടപടപടാന്ന് അടിക്കുകയായിരുന്നു. എന്താ അവർ ഈ പറയണത്? പിന്നെ പറയണതോ ഇവിടെയാണ് ഉപനിഷത്ത്. പ്ലവാഹ്യേതേ അദൃഢായജ്ഞരൂപാ അഷ്ടാദശോക്തമവരം യേഷു കർമ്മ
ഏതശ്രേയോ ഏഭിനന്ദന്തി മൂഢാഃ ജരാമൃത്യും തേ പുനരേവാഭിയന്തി. ഇത് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ എന്താ വേണ്ടേ? പ്ലവാഹ്യേതേ അദൃഢായജ്ഞരൂപാഃ. ഈ സംസാരം, പ്രപഞ്ചം, ലോകം എന്ന് പറയുന്നത് വലിയൊരു സാഗര. ഇതിൻ്റെ കര എവിടെയാണെന്ന് നോക്കിയാൽ കണ്ടെത്താൻ പറ്റില്ല. ആ സാഗരത്തിൽ ഏതോ ഒരു തുരുത്തിലാണ് നമ്മളൊരു വീട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത്. ഇതങ്ങോട്ട് തരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബോട്ടിൽ കയറേണ്ടി വരും. ഇതൊക്കെയാണ് വേദങ്ങളിൽ പറഞ്ഞ കർമ്മങ്ങളും സമ്പ്രദായങ്ങളുമാണ് ബോട്ട് എന്ന് വിചാരിച്ച് അതിന് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ കർമ്മകാണ്ഡത്തിൽ വിധിച്ചിട്ടുള്ളതെല്ലാം തന്നെ അദൃഢായജ്ഞരൂപാഃ. യജ്ഞരൂപത്തിലുള്ള ഈ തോണികളെല്ലാം ഓട്ടത്തോണികളാണ്. എത്ര തവണ പറയണം ഞാൻ? ഓട്ടത്തോണികളാണ്. അതിൽ ഓട്ടയുണ്ട്. സാധാരണ തോണി അങ്ങോട്ട് വിട്ടാൽ ഇത് താഴില്ല, കുറച്ചെങ്ങനെ താഴും. ആൾക്കാരെല്ലാവരും കൂടി ഇരുന്നാലും അത് കൂടുതൽ താഴും. അപ്പോൾ ഈ തുള അങ്ങോട്ട് വികസിക്കും, വെള്ളം കയറി തുടങ്ങും. ആദ്യം നമ്മൾ അറിയില്ല. എന്നിട്ടോ കുറേ തുഴഞ്ഞു പോയിട്ടുണ്ടാവും, മടങ്ങാനും പറ്റില്ല, പോവാനും പറ്റില്ല, അവിടെ അങ്ങോട്ട് മുങ്ങ തന്നെ. പ്ലവാഹ്യേതേ അദൃഢായജ്ഞരൂപ അഷ്ടാദശോക്തം അവരം യേഷു കർമ്മ. 18 അംഗങ്ങളുള്ള കർമ്മങ്ങളൊക്കെയാണ് വിധിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അത് അവരമാണ്, അശ്രേഷ്ഠമാണ്. ഏതശ്രേയോ, ഇതാണ് വേദവിധികളിൽ വെച്ച് ശ്രേയസ്കരം, അത്യുന്നതം, ശ്ലാഘ്യം എന്ന് വിചാരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അതിനെ അഭിനന്ദിക്കുന്നവർ അവർ മൂഢന്മാരാണ്, പടുവിഡ്ഢികൾ, പമ്പരവിഡ്ഢികൾ. മൂഢ ജരാമൃത്യും തേ പുനരേവാഭിയന്തി. അവരിങ്ങനെ കർമ്മങ്ങൾ ചെയ്ത് മരിച്ച് ജരയും മൃത്യുവും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരു രക്ഷ, കാൽ പണക്ക് തൂക്കത്തിന് പ്രയോജനമില്ല ഈ കർമ്മങ്ങളിൽ. ഉപനിഷത്താണ്, കേട്ടോളൂ. ആ കർമ്മകാണ്ഡത്തിനെ വിലയിരുത്തുകയാണ്. അവിദ്യായാം അന്തരേ വർത്തമാനാഃ സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ ജംഘന്യമാനാ പരിയന്തി മൂഢാഃ അന്ധേനൈവ നീയമാനാ യഥാന്ധാഃ. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ വളരെ നിഷ്കർഷയോടുകൂടി ചെയ്ത് ഈ കർമ്മങ്ങൾ വഴി നമുക്ക് സംസാരത്തിൽ നിന്ന് മോചനം കിട്ടും എന്ന് വിചാരിക്കുന്ന പമ്പര വിഡ്ഢികളുണ്ടല്ലോ, അവരെവിടെയാണ് നിൽക്കുന്നത്? അവിദ്യായാം അന്തരേ. അവർ ചെയ്യുന്നതൊക്കെ വലിയ പ്രബലവും വിശാലവുമായിരിക്കുന്ന കർമ്മങ്ങളാണ്. വളരെ വ്രതങ്ങളും നിഷ്ഠകളും സാമഗ്രികളും കൊണ്ടുവരലും പോകലും മൃത്യുക്കളും എല്ലാം കൂടിയിട്ടുള്ള ഒരു ബഹളം. പക്ഷേ അതിൽ ജ്ഞാനം എന്ന് പറയുന്നതില്ല. അറിവില്ലാത്തവരാണ് ഇങ്ങനെയുള്ള കർമ്മം ചെയ്യുക. അറിവില്ലായ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അതും പറ്റില്ല. അതിൽ പലതരത്തിലാണ്. ഞാൻ ഈ യാഗം നടത്തി, ജ്യോതിഷ്ഠോമം നടത്തി, ഞാൻ പുത്രകാമേഷ്ടി നടത്തി, ഞാൻ അശ്വമേധം നടത്തി, എന്നിട്ട് ചെവിയിൽ 2 തൂക്കിയിട്ടു, കുണ്ടലം, അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പറയാമെന്ന് മാത്രം. പക്ഷേ അവരുടെ ഇരിപ്പ് അവിദ്യ എന്ന് പറയുന്ന കോശത്തിലാണ്. എന്നാൽ അവർ പറയണതോ സ്വയം ധീരാഹ, ഞങ്ങളോ കങ്കേമന്മാരാണ്, ശ്രേഷ്ഠന്മാരാണ്, ആഭിജാത്യമുള്ളവരാണ് എന്നൊക്കെ പറയും. പണ്ഡിതം മന്യമാനാഹ, നല്ല അറിവുണ്ട്, വേദങ്ങൾ ചൊല്ലാം, ഓത്തു ചൊല്ലാം, അതൊക്കെ അറിയാം എന്ന് വിചാരിച്ച് മിടുക്കന്മാരാണെന്നാ ധാരണ. ജംഘന്യമാന പരിയന്തി മൂഢാ അന്ധേനൈവ നീയമാന യഥാന്ധാ. ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അവർ അജ്ഞാനം എന്ന് പറയുന്ന ആ കോശത്തിൻ്റെ ഉള്ളിൽ, തലത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പോയി വരിക. എന്താ അവരുടെ സ്ഥിതി? സ്വയം കുരുടന്മാരെ, കണ്ണ് കാണില്ല. അപ്പോൾ ഇനി ഒരാളുടെ കൈ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു, ഒരു കൈ കൊടുത്തപ്പോൾ പിടിച്ചു. പക്ഷേ കൈ കൊടുത്ത മനുഷ്യനും കുരുടനാണെങ്കിലോ? ഈ വേദങ്ങളിലുള്ള കർമ്മകാണ്ഡം മുഴുവനും കുരുടന്മാരെ നയിക്കുന്ന വേറെ കുരുടന്മാരാണ്. അതുകൊണ്ടൊരു പ്രയോജനമുണ്ടാവാൻ പോണില്ല. നോക്കൂ എത്ര ശക്തമായി നിഷേധിക്കണമെന്ന്. അന്ധേനൈവനീയമാന യഥാന്ധാഃ. തന്നെ പോയാൽ നമ്മൾ 2 കാലം ഇരട്ടിയിട്ടേ വീഴുള്ളൂ. ഇനി ഒരു കുരുടൻ്റെ കയ്യും കൂടി പിടിച്ചാൽ 4 കാലിൽ ഏതെങ്കിലും ഒന്ന് ഇരട്ടിയാൽ നമുക്ക് വീഴേണ്ടി വരും. ഇഷ്ടാപൂർത്തം മന്യമാനാവരിഷ്ഠം നാന്യശ്രേയോ വേദയന്തേ പ്രമൂഢാഃ നാഗസ്യ പൃഷ്ഠേ തേ സുഹൃതേനുഭൂത്വാ
ഇമം ലോകം ഹീനതരം വാ വിശന്തി. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണത്. ഈ വേദങ്ങൾ വിധിക്കുന്ന 2 വിധികളാണ്. ഒന്ന് ഇഷ്ടം, പിന്നെ ഒന്ന് പൂർത്തം. ഇഷ്ടം എന്ന് പറഞ്ഞാൽ യാഗയജ്ഞങ്ങൾ, പൂർത്തം എന്ന് പറഞ്ഞാലോ സമൂഹത്തിന് സഹായകമാകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ. അതിൽ പഴയ കാലത്ത് എന്തൊക്കെ പെടും? വഴിയമ്പലം, അത്താണി, പൊതുകിണർ, പൊതുകുളം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സാമൂഹ്യ സേവനത്തിൽപ്പെട്ടതാണ്. ഇത് 2ഉം ചെയ്യണമെന്ന് വേദം അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടവും പൂർത്തവും ചെയ്ത് മന്യമാനാവരിഷ്ടം, അതാണ് ഏറ്റവും ശ്രേഷ്ഠം. വേദങ്ങൾ പറഞ്ഞിട്ടുള്ളതാ, അത് വിട്ട് പിന്നെ ഒന്നുമില്ല. എടോ, അപ്പുറത്തും എഴുതിയിട്ടുണ്ടപ്പാ വേദപുസ്തകത്തിൽ. ആ ഉപനിഷത്തെടുത്തൊന്നും നോക്കൂ, അത് നോക്കില്ല. ഞങ്ങൾ നോക്കിയിടത്തോളം മതി. ഇഷ്ടവും പൂർത്തവും ചെയ്യാൻ വേദം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിതാ ചെയ്യുന്നു. ഞങ്ങളെക്കാൾ ഇനി കേമന്മാരാരുമില്ല എന്ന് അവരുടെ വിചാരം. എന്നിട്ട് എന്തുണ്ടാവണു? നാന്യശ്രേയോ വേദയന്തേ, അത് വിട്ട് ശ്രേയസ്കരമായിട്ടുള്ള ഉപനിഷത്ത് പ്രഖ്യാപനങ്ങളുണ്ട്. അവിടേക്ക് എത്താതെ ഇരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, വേറെ ഒന്നും അറിയാതെ ഇരിക്കുന്നവർ, അറിയാൻ കൂട്ടാക്കാത്തവർ. പ്രമൂഢാഹ, കല്ല് പതിച്ച വിഡ്ഢികളാ അവർ, കല്ല് പതിച്ച വിഡ്ഢികളാ. പ്രമൂഢാഹ നാഗസ്യ പൃഷ്ഠേ തേ സുഹൃതേനുഭൂത്വ, അവർ വിചാരിക്കണു അവർ സ്വർഗലോകത്തിൽ ചെന്ന് കൂടും. നീ അങ്ങനെ കൂടിയെന്നിരിക്കട്ടെ, ഇവിടെ ഒന്ന് വീണാൽ 6 അടി താഴത്തേക്കാണ് വീഴുക. സ്വർഗത്തിൽ നിന്ന് വീണാലത്തെ ഉയരത്രയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് വീഴുക. എവിടേക്കാണ് വീണത്? ഇമം ലോകം, മനുഷ്യലോകത്തിലേക്ക്. അല്ലെങ്കിലോ ഹീനതരം വാ വിശന്തി, നായോ പട്ടിയോ പോത്തോ അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ ജനിക്കുക. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ആ ഉപനിഷത്ത് എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വൈരാഗ്യം രചിക്കുന്നത്, എങ്ങനെയാണ് വിവേകം ഊട്ടി വളർത്തുന്നത്, അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു, ചെയ്താൽ പ്രയോജനമില്ല, വിപരീത ഫലേ ഉള്ളൂ. അതിൽ വിശ്വസിക്കുന്നവർ അവിദ്യാകേസരികളാണ്, അജ്ഞാനകേസരികളാണ് അവർ. അതിന് കിട്ടുന്ന ഫലം അപ്രത്യക്ഷമാണ്, പ്രവൃത്തികളൊക്കെ പ്രത്യക്ഷമാണ്. നമ്മൾ പ്രത്യക്ഷമായി ഉണ്ടു, പ്രത്യക്ഷമായ ശരീരം, പ്രത്യക്ഷമായി ഉറങ്ങിയോ ഒക്കെ പ്രത്യക്ഷ. ഈ കർമ്മങ്ങളും പ്രത്യക്ഷ. അതിൻ്റെ ഫലം മാത്രം മരിച്ചിട്ടേ കിട്ടുള്ളൂ. അതെങ്ങനെയത്? പ്രത്യക്ഷ കർമ്മത്തിന് പ്രത്യക്ഷ ഫലം വേണ്ടേ? അതില്ലല്ലോ. അപ്പോൾ വേദങ്ങൾ പറയുന്നതിൽ 2 വിധത്തിലുള്ള കർമ്മഫലങ്ങളാണ്. ഒന്ന് അനുഭവത്തിൽ ഏശുന്നതും അനുഭവ ആരൂഢം. അനുഭവ അനാരൂഢം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ ഏശാത്തത്. അത് ഏതുപോലെയാ? സ്വർഗാദൗ, സ്വർഗം മുതലായിട്ടുള്ളത്. 7 ലോകം ഉപരി, 7 ലോകം താഴെ എന്നൊക്കെ പറയും. എവിടെയാണ് ഈ 7 ലോകം? ആരാ കണ്ടത്? നമുക്കിവിടെ എല്ലാം കൂടി ജനിച്ചതിന് ശേഷം ശരീരം മരിക്കുന്നവരെ ഇല്ലയോ? ഒരാളും ഞാൻ മരിച്ചു എന്ന് പറയുന്ന ആളില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ജനിച്ചതും നമുക്ക് അനുഭവമല്ല, നമ്മുടെ ജനനവും അനുഭവമല്ല, മരണവും അനുഭവമല്ല. ബാക്കിയുള്ളവർ തൊട്ട് നോക്കിയിട്ടാണ് പറയണേ. എന്തിനാ തൊട്ട് നോക്കണേ? ശരീരത്തിന്. ആൾ ശരീരമാണോ? അല്ല. ശരീരത്തിനെ തൊട്ട് നോക്കിയിട്ട് ശരീരമല്ലാത്ത ആൾ പോയി എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരു പടങ്കിലും പിടിച്ചുകൊണ്ട് വരണ്ടേ ഈ പോണ ആളിന്? ഇന്നത്തെ കാലത്ത് ബോംബിട്ടാൽ ബോംബിട്ടിട്ട് പണം കൊണ്ടുവരണമെന്ന് പറയും നമ്മുടെ മിലിറ്ററിക്കാർ. ഇവിടെ ഒന്നുമില്ല, വിശ്വസിച്ചോളൂ. അപ്പം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയത്തിന് സ്ഥാനം നൽകുന്നതാണ്. അതുകൊണ്ട് എന്തു വേണം? അനുഭവ അനാരൂഢ വിഷയങ്ങളെ വിട്ട് അനുഭവ ആരൂഢ വിഷയത്തെ നോക്കി മുറുകി പിടിക്കണം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എന്ത് വേണമെങ്കിൽ വേദം വിധിച്ചോട്ടെ, ആ വിധി അനുസരിച്ചതിന് ശേഷം കിട്ടാൻ പോകുന്ന ഫലം എപ്പോഴാണ് നമുക്ക് കിട്ടുക? നമുക്ക് കിട്ടാൻ പോകുന്ന ഫലം ശരീരം വീണതിന് ശേഷം. ശരീരം വീണ് ആരാ പോയത്, എവിടെയാ പോയത്, കിട്ടിയോ കിട്ടിയില്ലേ, എന്നാ തിരിച്ചു വരിക, വല്ലതും ഉണ്ടോ? ശ്രാദ്ധ കൂട്ടുമ്പോൾ പോലും നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? അച്ഛൻ്റെ അച്ഛന് അപ്പുറത്തുമുള്ളൊരു അച്ഛന്, അങ്ങനെ 3 തലമുറയ്ക്ക് ശ്രാദ്ധ കൂട്ടുമ്പോൾ പറയും. അതിലൊരു മന്ത്രത്തിലൊരു ഭാഗമാണ് പുനർജന്മം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്ന്. ആ ആൾ ജനിച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാവാം, പിന്നെയും ശ്രാദ്ധ കൂട്ടുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള വൈകല്യങ്ങളൊക്കെ അതിൽ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇഷ്ടാപൂർത്തം മന്യമാനാവരിഷ്ടം. ഈ ഇഷ്ടവും പൂർത്തവും മാത്രമാണ് വരിഷ്ഠം എന്ന് വിചാരിച്ച് നാന്യശ്രേയോ,
അത് വിട്ട് ശ്രേയസ്കരമായി ഒന്നുമില്ല. എന്തെങ്കിലും വേദങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് വെറും തട്ടിപ്പാണ്, അർത്ഥവാദമാണ്, പുകഴ്ത്തിപ്പറയലാണ്. ആത്മാ ആത്മാ എന്നൊന്ന് പറഞ്ഞ് ഈ വിവരണങ്ങൾ നൽകുന്നുണ്ടല്ലോ, അതൊക്കെ വെറും 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 ഭോഷ്ക എന്നാണ് അവർ പറയുന്നത്. നാന്യശ്രേയോ വേദയന്തേ പ്രമൂഢാഃ നാഗസ്യ പൃഷ്ഠേ തേ സുകൃതേനുഭൂത്വാ ഇമം ലോകം ഹീനതരം വാ വിശന്തി. അവിടെ പോയി എന്നിരിക്കട്ടെ, എത്ര കാലം ഇരിക്കാൻ പറ്റും? നമ്മുടെ പുരുഷായുസിൻ്റെ ഇടയിൽ എത്ര മണിക്കൂറാണ് നമ്മൾ ഈ യാഗവും യജ്ഞവും ഒക്കെ ചെയ്യുക? ഒന്ന് പറയും. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ, ഒരു മാസത്തിലോ ഒരു കൊല്ലത്തിലോ? അതിൻ്റെ ഇടയിൽ ഈ കർമ്മം ചെയ്യുന്നതിന് എത്ര സമയമെടുക്കും? അതിൻ്റെ അനുപാതം എത്രയുണ്ട്? അപ്പോൾ ഇത്രത്തോളം കർമ്മം ചെയ്ത് നമ്മൾ മുകളിൽ ചെന്ന് താമസിച്ചാൽ, ആ താമസിച്ച് കഴിഞ്ഞാൽ അവിടുന്ന് മടങ്ങി വരണമല്ലോ. അങ്ങനെ മടങ്ങി വന്നിട്ടുള്ള ഇരിപ്പല്ലേ നമ്മുടെ ഇപ്പോൾ. ഇനിയും മടങ്ങി വരാൻ രണ്ടാമത് കർമ്മം ചെയ്യുന്നതിലേറെ വിഡ്ഢിത്തം വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും അവർ ആലോചിക്കാനില്ല. ആലോചിക്കാതെ ഇരിക്കുക. അവർക്ക് സ്വർഗാനുഭവം ഉണ്ടായാൽ തന്നെ അത് വിട്ട് തിരിച്ചു വരുന്ന സമയത്ത് പുണ്യകർമ്മങ്ങൾക്ക് പുണ്യഫലമുള്ളതുപോലെ പാപകർമ്മങ്ങൾക്ക് പാപഫലവും ഉണ്ടാവുമല്ലോ. ആ പാപത്തിൻ്റെ ഫലമായി മനുഷ്യയോനികളിലോ അല്ല താണയോനികളിലോ അവർ ജനിച്ചേക്കും. ഇതാണോ ഈ കർമ്മങ്ങളുടെ ഫലം? ഇതിനാണോ നമ്മൾ ഇത്ര ദിവ്യത്വം കൽപ്പിച്ചു കൊടുത്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതൊക്കെ കൂടി ചെയ്യുന്നതപ്പാ? എത്ര കാലം പഠിച്ചു? ഋത്വിക്കുകളെ കൊണ്ടുവന്നു. ഒരു അശ്വമേധയാഗമൊക്കെ നടത്താൻ എന്താ ചിലവെന്നാണ് നിങ്ങൾ വിചാരിക്കണേ? എന്നിട്ട് ഇതാണോ നമ്മുടെ ഫലം? അയ്യോ! അപ്പം പിന്നെ എന്തു വേണം? എന്തു വേണം? എന്തോ ഇതിൻ്റെ ഉള്ളിൽ ഒരു രഹസ്യം കിടന്ന് കളിക്കുന്നുണ്ട്. എന്തോ ഒന്ന് കിടന്ന് കളിക്കുന്നുണ്ട് ഇവിടെ. ആ കളിക്കണത് മനസ്സിലാവണം. അത് ഈ കർമ്മം ചെയ്ത് കൂടുന്ന ഈ ഗൃഹസ്ഥന്മാരുടെ ഇടയിൽ അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അങ്കിരസ് പലരോടും ശൗനകൻ പലരോടും ചോദിച്ചുവല്ലോ, ഞാൻ ഇത്ര കാലം കർമ്മം ചെയ്തു ശ്രദ്ധയോടുകൂടി ചെയ്തു, പലതും ഇന്ദ്രനും അഗ്നിക്കും വരുണനും അര്യമാവിനും ഒക്കെ കൊടുത്തു. ഇതൊക്കെ കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നതല്ലാതെ അവർക്ക് കിട്ടിയോ? അവരൊരു വാക്ക് പറയുന്നില്ല, ഒരു നോക്ക് കാണാനും പറ്റിയിട്ടില്ല. അപ്പം ഇതൊക്കെ ഒരു വൃഥാ പ്രയത്നമാണ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യക്ഷമായ ഒരു ഫലമില്ല. ഇങ്ങനെ എത്ര കാലം ചെയ്യും? അവസാനം കൈ വറച്ച് ഹോമം ചെയ്യാൻ പറ്റാണ്ടാവും, പല്ല് പോയി നാവ് കൊണ്ട് മന്ത്രം ഉച്ചരിക്കാനും പറ്റാണ്ട് വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫലം. അപ്പം ഇതിങ്ങനെ അല്ലാതെ ചെയ്യുന്ന കർമ്മത്തിന് എന്തെങ്കിലും ഒരു ഫലസിദ്ധി ഉണ്ടാവത്തക്ക വിധത്തിൽ വല്ലതും ഉണ്ടോ ചോദിക്കുമ്പോൾ, എടോ താൻ ഇങ്ങനെ ഒന്നും ചോദിക്കരുത്. വേദങ്ങളിൽ പറഞ്ഞു ചെയ്തു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അവിടുന്ന് അങ്ങനെയുള്ളതൊന്നും ചോദിക്കണ്ട കേൾക്കണ്ട എന്നായിരുന്നു എല്ലാവരുടെ അഭിപ്രായം. അങ്ങനെയാണ് അദ്ദേഹം ഇതിവിടെ നടന്നാൽ ഇതിൻ്റെ മറുപടി കിട്ടില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ വിട്ടുപോയി കാട്ടിൽ തപസ് ചെയ്യുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കാം എന്ന് പറഞ്ഞാണ് അങ്കിരസിൻ്റെ അടുത്ത് പോയത്. ആ അങ്കിരസ് പറയണതാണത്. കേട്ടോളൂ. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാന്നാസ്ത്യകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഈ ഒരൊറ്റ ശ്ലോകം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഉപനിഷത്ത് സാഹിത്യത്തിലത്തെ ടേണിംഗ് പോയിൻ്റാണത്. ആദ്യം എല്ലാം വേണ്ടതുപോലെ ചെയ്യൂന്ന് പറഞ്ഞു. ആ ചെയ്യാനുള്ള നിഷ്കർഷ അഗ്നികൾക്ക് 7 നാവുണ്ടെന്ന് വരെ പറഞ്ഞു. കൂട്ടത്തിൽ പലതും ചെയ്യണം എന്ന് പറഞ്ഞു. ഏതെങ്കിലും വിട്ടുപോയാൽ അഗ്നിഹോത്രത്തിനുള്ള ഫലം കൂടി പോയി 7 ലോകങ്ങളും നഷ്ടപ്പെടും എന്ന മുന്നറിയിപ്പും നൽകി. എന്നെ പൊല്ലാപ്പ് ഉരുട്ടി കയറ്റാൻ പറയും. കയറ്റിയിട്ടൊരു പ്രയോജനവും ഇല്ല എന്ന് പറയും. ഇതെന്ത് ഗ്രഹപ്പഴയപ്പം അത്? അപ്പം പിന്നെ ഈ വേദങ്ങളുടെ ഉൾപ്പൊരുൾ എന്താണ് നമ്മൾ വേദങ്ങൾ നോക്കി ചെയ്യേണ്ടത്? കർമ്മകാണ്ഡത്തിലുള്ള കസറത്ത് മുഴുവനും ഇങ്ങനെ നിഷ്ഫലമാണെങ്കിൽ പിന്നെ എവിടെ അതിൻ്റെ സത്യം കിടക്കണത്? ഞാൻ ഈ ഇത്രത്തോളം കാലം ചെയ്തു പോകുന്നതൊക്കെ വൃഥായി. കുടം കവുത്തിയാണ് വെള്ളം ഒഴിച്ചത്, കുടം നിവർത്തി വെച്ചിട്ടല്ല. കുടം നിറയുമപ്പോൾ
ഇത് കുടം കവുത്തി വെള്ളമൊഴിച്ച പണിയാണ് ഇപ്പോൾ ഇക്കണ്ട കാലം നടന്നത്. അപ്പം ഇനി ശരിയായിട്ടുള്ളത് എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ ആര് മറുപടി പറയും? ഗൃഹസ്ഥന്മാരുടെ കയ്യിലൊന്നുമില്ല അതിനുള്ള മറുപടി. അപ്പം എന്തു വേണം? പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ. വേദങ്ങളിൽ പറഞ്ഞ കർമ്മകാണ്ഡ വിധികൾക്കനുസരിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, ആ കർമ്മങ്ങളെല്ലാം ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഫലം പ്രയോജനശൂന്യമാണ് എന്ന് വിശേഷബുദ്ധിയോടുകൂടി നല്ല പോലെ മനസ്സിലാക്കി ഗ്രഹിച്ച് ഉൾക്കൊണ്ട് അതിനെ പിന്തുടർന്നുകൊണ്ട് പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ, നല്ല പോലെ പരിശോധിച്ചോളൂ. പരിശോധിച്ച് നോക്കി നിർവേദമായാത്, അവയോടെല്ലാത്തിനോടും വൈമനസ്യം തോന്നണം. എന്ത് വൈമനസ്യം തോന്നണം. ഈ വക കർമ്മങ്ങളിലൊന്നും അല്ല നമുക്കുള്ള ഉദ്ഗതി. ഇവയുടെ പിന്നാലെ പോണത് അസംബന്ധം, അന്ധത്വം, മൂഢത്വം, അബദ്ധം. ഒന്നിനും കൊള്ളായ്മ. നല്ല തീരുമാനത്തിലേക്ക് എത്തണം. പരീക്ഷ്യ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത്, എല്ലാറ്റിനോടും വൈമനസ്യം. അശ്വമേധയാകട്ടെ, അഗ്നിഹോത്രമാകട്ടെ, എന്തെല്ലാം ഉണ്ടോ അതിനോട് എല്ലാറ്റിനോടും വൈമനസ്യം തോന്നി. നാസ്തി അകൃതകൃതേന, പരബ്രഹ്മം എന്ന് പറയുന്നത് കർമ്മങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുൻപേ നിലനിന്നിരുന്ന സ്വയം പ്രകാശമാനമാണത്. ആ പരബ്രഹ്മത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ടൊന്നും പ്രയോജനപ്പെടില്ല എന്ന് മനസ്സിലാക്കി അങ്ങോട്ട് പോവാനുള്ള വഴി വേറെ എന്തോ ആണ്. ഈ ചെയ്യൂ ചെയ്യില്ല ഈ ശാസനകൾ കൊണ്ടൊന്നും അവിടെ എത്താൻ പറ്റില്ല. അപ്പോൾ എന്തെല്ലാം വിധി നിഷേധ രൂപത്തിൽ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതിനോടൊട്ടാകെ ഒരു വൈമനസ്യം തന്നെ തോന്നണം. ചവന്ന മഷി എടുത്തിട്ട് 2 വര വരച്ച് ഒരു ഇൻറ്റു അങ്ങോട്ട് ഇടുക, ഇതല്ല എനിക്ക് വേണ്ടത് എന്ന്. അപ്പോൾ പിന്നെ വേണ്ടതെന്താ ആവോ എനിക്കറിയില്ല. അപ്പോൾ പിന്നെ എന്തു വേണം? അറിവുള്ളവരുടെ അടുക്കിലേക്ക് പോകണം. അതാണ് ശൗനകൻ അങ്കിരസിൻ്റെ അടുത്ത് പോയിരിക്കുന്നത്. അങ്കിരസ് എങ്ങനത്തവനാ? കർമ്മകാണ്ഡം അനുസരിക്കുന്നവനല്ല, താമസിക്കുന്നതോ നാട്ടിലല്ല. അവിടെ എന്ത് ചെയ്യും? കണ്ണടച്ച് ധ്യാനിക്കും, കാലത്ത് എണീറ്റ് ധ്യാനിക്കും. കുറച്ച് കഴിഞ്ഞാൽ പല്ല് തേക്കും, വല്ല ചോലയോ നദിയോ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കുളിച്ചു വരും. അത്യാവശ്യം വല്ല ഭക്ഷണവും കഴിക്കും. ചിലപ്പോൾ കായ്കറികളാവാം, അല്ലെങ്കിൽ പഴങ്ങളാവാം. എന്തെങ്കിലും വെച്ച് കഴിക്കാൻ ധാന്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യും. അങ്ങനെ മിതമായ ഭക്ഷണം, മിതമായ വ്യവഹാരം, സുഖമായ നിദ്ര, സുഖകരമായ ധ്യാനം. മനസ്സിനാണെങ്കിൽ തണവ്, നല്ല ക്ലിർപ്പുണ്ട്. ബുദ്ധിക്കാണെങ്കിൽ നല്ല തേജസ്, പ്രകാശമുണ്ട്. എന്തിനെക്കുറിച്ചും ആലോചിക്കാനുള്ള തീവ്രത, ഗാഠത, സൂക്ഷ്മത, വ്യഗ്രത, ലഗ്നത എല്ലാം ഉണ്ട് കയ്യിൽ. ഓരോ ദിവസവും അത് കൂടി വരികയാണ്. അത്യാവശ്യം കാണുന്നവർ പറയും, പ്രഭോ അങ്ങേ കണ്ട എന്ത് പ്രകാശാണ്, അടി തൊട്ട് മുടി വരെ. മനുഷ്യന് അറിവ് വരുമ്പോൾ, ജ്ഞാനം വരുമ്പോൾ, അധ്യാത്മജ്ഞാനം വരുമ്പോൾ സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരാളാണ് നമ്മളാവുന്നത്. അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് തദ്വിജ്ഞാനാർത്ഥം, എവിടെയാണ് ഈ രഹസ്യം കിടക്കുന്നത്? ഈ ഉപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ എല്ലാറ്റിനോടും വൈമനസ്യം തോന്നണമെന്ന്. അപ്പം എല്ലാറ്റിനോടും വൈമനസ്യം എനിക്കുണ്ട്. ഈ വൈമനസ്യത്തെ പിന്തുടർന്ന് ഇനി എന്തിലാണ് നമുക്ക് ലഗ്നത വരേണ്ടത്? കർമ്മങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു, തള്ളിക്കളഞ്ഞു. കർമ്മമല്ലാതെ പിന്നെ എന്താ ഉള്ളത്? അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവാണ്. സ ഗുരുമേവാഭിഗച്ഛേത്, ഒരു ഗുരുവിൻ്റെ അടുത്ത് പോകണം. സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ആ ഗുരു സാമാന്യനായ ഒരാളായാൽ പോരാ,
ശരിയായ ഒരു ഗുരു ആകണമെങ്കിൽ പ്രധാനപ്പെട്ടത് അദ്ദേഹത്തിന് ഈ വക കാര്യങ്ങളൊക്കെ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കി ഒരു ഗ്രഹണം ഉണ്ടാവണം. വരുന്ന ശിഷ്യന്മാർ പലതരത്തിലാണ്. അവർ പഠിപ്പും പ്രതാപവുമുള്ളവരുണ്ടാവാം, തന്നേക്കാൾ പ്രായം കൂടിയവരുണ്ടാവാം, അവർക്ക് പല അനുഭവങ്ങളും പരിചയവും വിദ്യയൊക്കെ പഠിച്ചവരാ. ഒരു ഡോക്ടറെ എടുക്കൂ, ആ ശാസ്ത്രം എത്ര കാലം പഠിച്ചിട്ട് വേണം ഒരു ഡോക്ടറാവാൻ? അപ്പോൾ പല സബ്ജക്ട്സും പല വിഷയങ്ങളും പഠിച്ച് കെങ്കേമന്മാരൊക്കെ ഉണ്ടാവാം. അവരൊക്കെ വന്നാൽ അവർക്ക് ഗ്രഹിക്കാൻ പറ്റിയ തരത്തിൽ അവരുടെ ബുദ്ധിയെ പിടിച്ചു നിർത്തത്തക്ക വിധത്തിൽ കാതലും കഴുമ്പുമുള്ള സംഭാഷണം അവരുമായി ചെയ്യേണ്ടി വരും. അവർക്ക് മനസ്സിലാവത്തക്ക വിധത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. അവർ കുറച്ച് ഉയർന്ന ശ്രേണിയിലുള്ളവരാണെങ്കിൽ ആ നിലയിൽ സംസാരിക്കണം, അല്ല താണവരാണെങ്കിൽ അതിനനുസരിച്ച് സംസാരിക്കണം. അപ്പം നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ നല്ലപോലെ പഠിച്ചിട്ടുള്ള ഒരു ശ്രോത്രിയനാവണം ആ ഗുരു. ബ്രഹ്മനിഷ്ഠം, അദ്ദേഹത്തെ നിഷ്ഠ ബ്രഹ്മത്തിലാകണം. സാധാരണ ഈ നിഷ്ഠ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? നമ്മളെ നയിക്കുന്നതാണ് നിഷ്ഠ. നിഷ്ഠ എന്താണ് ആ നിഷ്ഠ? ഇവിടെ ബ്രഹ്മനിഷ്ഠയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ താങ്ങി നിലനിർത്തുന്ന ഒരു മൂലസ്രോതസ്സാണത്. അതിനോട് എന്തെങ്കിലും ഒന്ന് ഉപമിക്കാമെങ്കിൽ ആകാശം മാത്രമേ ഉള്ളൂ. ആകാശം അനന്തമാണ്, അതിസൂക്ഷ്മമാണ്. അതിന് മണമില്ല, ഗുണമില്ല, നിറമില്ല, കൈയില്ല, കാലില്ല, ഒന്നുമില്ലാത്തൊരു വ്യാപ്തിവിശേഷമാത്. ഒരു നിലയ്ക്ക് ഒന്നുമില്ലായ്മയാണ്. പക്ഷെ അതിലാണ് ഈ ഗ്രഹങ്ങൾ മുഴുവൻ ഇങ്ങനെ ഭ്രമണം ചെയ്ത് കൂടിയിരിക്കുന്നത്. അങ്ങനെ ആകാശത്തെ പോലെയുള്ള ഒരു സാധനമാണത്. അതിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഈ ഗുരു. ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. അപ്പം ആ മൂലതത്വത്തെ മനസ്സിലാക്കി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ, മൂലതത്വത്തെ മനസ്സിലാക്കി ആ അറിവിലും ഉണർവിലും സാക്ഷാത്കാരത്തിലും മാത്രമാകണം ആ ആളുടെ നിഷ്ഠ. ആ ആൾക്ക് ഒരു വിധത്തിലുള്ള കർമ്മച്ചടങ്ങുകളും ഉണ്ടാവരുത്. ഒരു വിളക്ക് പോലും കൊളുത്തേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ദീക്ഷ വേണമെന്ന് പറഞ്ഞ് വരുന്നവർക്ക് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സൗണ്ട് പ്രൂഫ് റൂമുണ്ട് ഇവിടെ, അഷ്ടകോണമായിട്ടുള്ള ഒരു റൂം. അപ്പോൾ അവിടെ എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ആദ്യത്തെ ദിവസം ദീക്ഷയ്ക്ക് ഒന്ന് വിളക്ക് കൊളുത്തി വയ്ക്കും. അത് കഴിഞ്ഞ് അങ്ങോരോട് സംസാരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദാ വിളക്ക് കെടുത്താൻ പോവുകയാണ്. നാളെ ഇരിക്കുമ്പോൾ ഈ വിളക്ക് ഉണ്ടാവില്ല എന്ന് പറയും. ആർക്ക് വിളക്ക് കൊളുത്തണേ? നമ്മളാണ് ധ്യാനിക്കാൻ പോണത്. ആരെക്കുറിച്ചാ? നമ്മുടെ ഉള്ളിലാണ് ധ്യാനം, മനസ്സും ബുദ്ധിയുമാണ് ധ്യാനിക്കുന്നത്. അപ്പം കണ്ണടച്ച് കൈകോർത്ത് മടിയിൽ വെച്ച് ഇങ്ങനെ ധ്യാനിക്കുന്നതിന് വിളക്ക് വേണം. എന്താ കൂട്ടരെ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കേണ്ടതില്ല, കണ്ണു തുറന്ന് നോക്കേണ്ടതില്ല. ഉണ്ടെങ്കിൽ ഉള്ളിലാണത്. മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഉള്ളിൽ തന്നെ തപ്പിപ്പിടിച്ച് ഉണ്ടാക്കേണ്ടതാണ് ഈ മൂലസ്രോതസ്, പരമാത്മവസ്തു. അപ്പം ആ അനുഭവത്തിലും ആ ഉള്ളുണർവിലും അതോടുകൂടിയുള്ള ഐക്യത്തിലുമാണ് ഈ നിഷ്ഠ. ബ്രഹ്മനിഷ്ഠനാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ഒരു സമയത്തും ഒരാപത്തിലും ഒരു സമ്പത്തിലും ഭഗവാനെ വിളിച്ച് ഇതിനൊരു പരിഹാരമുണ്ടാക്കണം എന്നൊരു തോന്നലുണ്ടാവില്ല. ഞാൻ ക്ഷേത്രത്തിൽ സാധാരണ പോയിക്കൊണ്ടിരുന്നു. ക്ഷേത്രത്തിലായിരുന്നല്ലോ നമ്മുടെ ഉപാസനയൊക്കെ. പിന്നെ പോരാറില്ലല്ലോ. പക്ഷേ വല്ല പ്രോഗ്രാമിനൊക്കെ വിളിച്ചുകൊണ്ട് പോയാൽ ഒന്ന് പോയി തൊഴും. അവിടെ തൊഴാൻ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ എന്തു ചെയ്യും? കണ്ണടച്ച് അവിടെ നിൽക്കും. നിന്നിട്ട് എന്താ പറയുക? ഒന്നുമില്ല പറയാൻ. എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് തോന്നുക, ആ ക്ഷേത്രത്തിൻ്റെ നാലുപാടുമൊക്കെ ഒന്ന് നോക്കി പരിശോധിച്ചതിന് ശേഷം പറയും. ഈ ഈശ്വര സന്നിധി, ദേവസന്നിധിയോ ദേവീ സന്നിധിയോ ആകട്ടെ, ഇത് കൂടുതൽ സമ്പുഷ്ടമായി ചൈതന്യവൃദ്ധിയോടുകൂടി അനുഗ്രഹശക്തിയോടുകൂടി കൂടുതൽ പേരെ അനുഗ്രഹിക്കത്തക്ക വിധത്തിൽ ഇതിൻ്റെ തട്ടകം വികസിക്കട്ടെ. ധാരാളം പേർ വന്ന് ഇവിടെ തൊഴാനും വന്ദിക്കാനും ഉണ്ടാവട്ടെ എന്നിങ്ങനെ പറയുക. അപ്പോൾ ഒരു ദിവസം ഇവിടുത്തെ പൂജാരി ഒരു ചെറുപ്പക്കാരനാണ്, ഞാൻ ഇങ്ങനെയാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞു. എൻ്റെ കാരണവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
സന്യാസിമാരും തത്വജ്ഞാനികളൊക്കെ ഇങ്ങനെയാണത്രേ പറയാമെന്ന്. അപ്പം നമ്മുടെ ഇടയിൽ ആ ട്രഡീഷൻ ഉണ്ട്, കണ്ടോളൂ. ആ ചെറിയ കുട്ടിയെ എന്നോട് പറഞ്ഞ്, ചെറിയെന്ന് വെച്ചാൽ പ്രായപൂർത്തിയായിട്ടില്ല എന്നാണ് അർത്ഥം. തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് സമിത്പാണി ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം. ഈ വരുന്ന പൃച്ഛകന്മാരും ജിജ്ഞാസുക്കളുമുണ്ടല്ലോ, അവർ ചിലപ്പോൾ ശാസ്ത്രമൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാവും. അപ്പോൾ അവരുടെ ചോദ്യം ചിലപ്പോൾ വിദ്വച്ചോദ്യമായിരിക്കാം. അതിനും മറുപടി പറയാൻ പറ്റണം. സാധാരണക്കാരോടും പറയാൻ പറ്റണം. ശാസ്ത്രജ്ഞന്മാർ വരും, അവരോടും പറയാൻ പറ്റണം. അങ്ങനെ എല്ലാവർക്കും തക്കതായ ഉത്തരം കൊടുത്ത് വെളിപ്പെടുത്തൽ ഉണ്ടാക്കി കൊണ്ടുവരണമെങ്കിൽ ആ ആൾക്ക് സ്വയം അനുഭവ സാക്ഷാത്കാരം മാത്രം പോരാ, നമ്മുടെ ശാസ്ത്രങ്ങൾ വായിച്ചിട്ടുള്ള ആ പരിചയ സമ്പന്നതയും ഉണ്ടാവണമെന്ന്. നമുക്ക് അറിയാനുള്ളത് പരബ്രഹ്മമാണ്. അതാണല്ലോ 4 മഹാവാക്യങ്ങളിൽ പറഞ്ഞത്. പ്രജ്ഞാനം ബ്രഹ്മ, അഹം ബ്രഹ്മാസ്മി, തത്വമസി, അയമാത്മാ ബ്രഹ്മ. നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന പൊരുൾ എന്തോ ആ പൊരുളിനെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഉണർവാണ് അതിൻ്റെ സ്വരൂപം. അത് ദ്രവ്യമല്ല, ഊർജമല്ല. ഭൂമിയെപ്പോലെയോ വെള്ളത്തെപ്പോലെയോ വായുവെപ്പോലെയോ അല്ല, അഗ്നിയെപ്പോലെയുമല്ല. എന്നാൽ ആകാശത്തെപ്പോലെയാണോ? അതും ശരിയല്ല. ആകാശം ജഡമാണ്, ഇത് ചേതനാമയമാണ്. അപ്പം അതിനെന്താ ഉദാഹരണം? ഒരു ഉദാഹരണവും ഇല്ല. പക്ഷേ കണ്ടുപിടിക്കും വേണം. നമ്മുടെ ഉള്ളിൽ മനസ്സുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ മനസ്സുണ്ടെന്ന്. ബുദ്ധിയില്ലേ? മനസ്സിൽ വൃത്തികൾ, ചിന്തകൾ വരുന്നില്ലേ? ആരാ അത് ചൂണ്ടിക്കാണിച്ച് തരണത്? കണ്ണോ മൂക്കോ ചെവിയോ നാവോ ആണോ? അല്ല അല്ല അല്ല. പിന്നെ എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുന്നു? ഉള്ളുകൊണ്ടറിയണു. അപ്പം നിങ്ങളുടെ ഉള്ളിൽ അറിയാനുള്ള ഒരു ഉണർവ് ശക്തി ഉണ്ടല്ലോ, അതിനെ ഉപയോഗിച്ച് കണ്ടുപിടിക്കൂ. ആ പഠിപ്പങ്ങട് മുഴുവനായി വേണ്ടത്ര സാക്ഷാത്കാരമുണ്ടായാൽ എന്താ ഗുണം? മുണ്ടകോപനിഷത്ത് വളരെ വ്യക്തമായി പറയണു. ഭിദ്യതേ ഹൃദയഗ്രന്ഥി. നമ്മുടെ ഹൃദയത്തിലൊരു ഗ്രന്ഥി ഉണ്ടത്രേ. ഞാനത് എങ്ങനെയാണ് വിവരിക്കുകയെന്നറിയോ? ട്വൈൻ അല്ലെങ്കിൽ ഒരു നല്ല മിനുസുള്ള നൂലെടുത്തോളൂ. അതിൻ്റെ ഒരു തുമ്പെടുത്തിട്ട് ഇങ്ങനെ ഒരു വട്ടം ഉണ്ടാക്കി ആ വട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി കോർത്ത് ഒരു വലിയ വലിച്ചാൽ അതൊരു കെട്ട് വരും. വിരലിൻ്റെ തുമ്പെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഓടിച്ചു നോക്കിയാൽ ആ കെട്ട് വന്നിടത്ത് അത് തടയും. അതുപോലെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഗ്രന്ഥി. നമ്മുടെ ഉള്ളിലുള്ള ഗ്രന്ഥി, ആ ഗ്രന്ഥിയിൽ നിന്ന് പുറപ്പെടുന്ന വികാരങ്ങളോ ഭാവങ്ങളോ എന്താ? ഞാൻ ചെയ്യുന്നു, എനിക്ക് അനുഭവിക്കേണ്ടി വരും. കർത്തൃഭോക്തൃഭാവം ഉണ്ടാക്കുന്നതാണ് ആ ഗ്രന്ഥി. ഇയാൾക്ക് ഈ ഞാൻ എന്നുള്ളത് എവിടുന്ന് കിട്ടി? അമ്മ പ്രസവിച്ചതൊരു മാംസപിണ്ഡത്തിനെയാണ്. അതിൻ്റെ ഉള്ളിലുള്ള ജീവനെ ആരും പ്രസവിച്ചിട്ടുമില്ല, ഷേപ്പ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ് ഞാൻ എന്നുള്ള ഒരു അറിവ് വന്നത്? എന്തിനെ ചൊല്ലിയിട്ടാണ് ഈ അറിവ്? ശരീരത്തെ ചൊല്ലി. ശരീരമാണല്ലോ ജനിച്ചത്. ഞാൻ ജനിച്ചു എന്ന് പറയുന്നത് ചുത്ത നുണയാണ്. ജനിച്ചത് ശരീരമാണ്. ശരീരമാണ് ജനിച്ചത്, ഞാൻ ജനിച്ചിട്ടില്ല. ഞാൻ ജനിക്കാത്തതാ, അജന്മാവാണ്. മുത്തൻ നുണ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞുകൂടുന്നത്. എന്താ കാരണം? അറിവില്ലായ്മ. അറിവില്ലായ്മ. നിങ്ങളെല്ലാവരും സമ്മതിക്കണം, നമ്മൾ പമ്പര വിഡ്ഢികളാണെന്ന്. സാമാന്യ വിഡ്ഢികളല്ല, കല്ല് പതിച്ച രത്നം പതിച്ച വിഡ്ഢികളാണ്. ആ ഹൃദയഗ്രന്ഥി ഉണ്ടല്ലോ, ആ ഗ്രന്ഥി വിച്ഛേദം വന്നു എന്നുള്ളതാണ് സന്യാസിമാർക്ക് പോലും പരമമായ നേട്ടം. ഞാൻ ജനിച്ചു, എന്തൊക്കെയോ ചെയ്തു, എനിക്ക് മോക്ഷം കിട്ടി, ഹാ ഹൂ, ഒന്നുമില്ല, ഒന്നുമില്ല. ശരീരം ഉണ്ടായി, ശരീരം വളർന്നു. ആ ശരീരത്തിന് എന്തെങ്കിലും പ്രധാനപ്പെട്ട അംഗങ്ങൾക്ക് എന്തെങ്കിലും കോട്ടം വന്നാൽ മരിക്കുന്നതൊഴികെ ശരീരം മരിക്കേയില്ല. മരിക്കേണ്ട ആവശ്യമില്ല. അതിനെന്തെങ്കിലും ഒരു അംഗത്തിന് വൈകല്യം വന്നാൽ മരിക്കുകയാണ്. ഹാർട്ടാകട്ടെ, ലങ്സ് ആകട്ടെ, ലിവറാകട്ടെ, ബുദ്ധിയാകട്ടെ, പ്രധാനപ്പെട്ട അവയവങ്ങൾ എന്തെങ്കിലും കേടുവരുമ്പോഴാണ് മരിക്കുന്നത്. അപ്പം ജനനവും മരണവും ശരീരത്തിനുള്ളതാണ്. ശരീരത്തിനുള്ള ജനന മരണങ്ങളെ തനിക്കുണ്ട്, താനാണ് എന്ന് വിചാരിക്കുന്ന ആ ഗ്രന്ഥി ഉണ്ടല്ലോ, ആ ഭിദ്യതേ, അത് തകർന്ന് 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 ഉതിർന്ന് അങ്ങോട്ട് പോവും.
ഛിദ്യന്തേ സർവസംശയാ, എല്ലാ സംശയങ്ങളും ഒരേപോലെ അറന്നങ്ങോട്ട് പോകും. ക്ഷീയന്തേ ചാസ്യ കർമാണി, പ്രാരബ്ധം, ആഗാമി, സഞ്ചിതം എന്ന് പറയുന്ന 3 കർമ്മങ്ങളാണത്രേ മനുഷ്യന്. നമ്മൾ പ്രാരബ്ധമാണ് അനുഭവിക്കുന്നത്. ഇത്തവണ മോക്ഷം കിട്ടിയില്ലെങ്കിൽ പുതിയ കർമ്മം പിന്നെയും ചെയ്തു വെച്ചതിൻ്റെ വലിയ പോർഷൻ ഉണ്ടല്ലോ അതിലേക്ക് ചേരും. അങ്ങനെ വരാൻ പോകുന്നത് ആഗാമി, ഓൾറെഡി വെച്ച് സൂക്ഷിക്കുന്നത് സഞ്ചിതം, ഇപ്പോൾ അനുഭവിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം പ്രാരബ്ധം. ഈ 3 വിധത്തിലുള്ള കർമ്മങ്ങളാണ് നമുക്കുള്ളത്. അത് 3ഉം ഒരുപോലെ ക്ഷയിച്ച് ഭൂന്ന് പോവും. കത്തി എരിഞ്ഞു പോകുന്ന കർപ്പൂരം പോലെ. അവിടെ ഒന്നും ബാക്കിയുണ്ടാവില്ല. ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. എങ്ങനെയാണെങ്കിൽ ഒരിടത്തിരുന്ന് ധ്യാനിച്ചു കണ്ണടച്ച്, ആ ധ്യാനത്തിൽ മനസ്സൊക്കെ ലയിച്ചു, ബുദ്ധിയൊക്കെ ലയിച്ചു, മനോവൃത്തികളില്ല, ചിത്തവൃത്തികളുമില്ല, ബുദ്ധിവൃത്തികളുമില്ല, ഒന്നുമില്ല, പരമാനന്ദം. സമ്മതിച്ചു, തിരക്കിട്ടില്ല, അതെങ്കിലും ആയില്ലോ. കുറേ കഴിഞ്ഞ് എണീറ്റപ്പോഴോ പിന്നെയും ഈ ലോകത്തിനെ കാണുന്നു, സർവത്ര വിഷമമായി. അപ്പോൾ ഈ ധ്യാനിച്ചാൽ മാത്രമേ ഈ ദൃഷ്ടിയുള്ളൂ. എത്ര നേരം ധ്യാനിക്കും? 1 മണിക്കൂർ, 2 മണിക്കൂർ. ബാക്കി 16 മണിക്കൂറിൽ 14 മണിക്കൂറും എന്താ വിചാരിക്കണേ? അവിടെ പരമാത്മബോധമോ ആത്മാവോ ഒന്നുമില്ല. ആത്മാ ശരീരത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രതലമാണ് ആത്മാ എന്ന് വിചാരിക്കുന്നവരാണ്. അങ്ങനെയല്ല. തസ്മിൻ ദൃഷ്ടേ പരാവരേ, പരത്തിലും അവരത്തിലും, പുറത്തും ഉള്ളിലും, ഉയർന്നതിലും താണതിലും, പഞ്ചഭൂതങ്ങളിലും ആകാശത്തിലും അതിനപ്പുറത്തും എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ടോ ഇല്ലയോ, അങ്ങനെ ഉണ്മയിലും അനുണ്മയിലും എല്ലാം ഒരുപോലെ കാണത്തക്ക വിധത്തിൽ ഈ ജ്ഞാനം വികസിച്ച് പുഷ്കലമായി പ്രശോഭിക്കുമ്പോഴാണ് ഒരു മനുഷ്യന് ഈ തികവും നിറവും പൂർണ്ണതയും വരുന്നത്. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ആ പരമസത്യം എല്ലാറ്റിലും ഒരുപോലെ എപ്പോഴും കാണാൻ പറ്റണം. സ്വർണം കൊണ്ടുണ്ടാക്കിയ അനവധി പണ്ടങ്ങൾ അനവധിയാകാം. സ്വർണം കൊണ്ടുണ്ടാക്കിയ പണ്ടങ്ങളാണെങ്കിൽ എല്ലാം സ്വർണ്ണമയമെന്നതുപോലെ ബ്രഹ്മത്തിൽ നിന്ന് നിർഗളിച്ച ഈ പ്രപഞ്ചം ബ്രഹ്മമയമാണ്. അതിൽ അബ്രഹ്മം എന്നൊന്നുമില്ല. അത് ഞാൻ സമ്മതിച്ചിട്ടൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ അറിവിനെയോ അനുഭവത്തെയോ ആശ്രയിച്ചിരിക്കുന്നതല്ല ഈ സത്യം. ഈ സത്യം സ്വതന്ത്രമാണ്. ഇങ്ങനെ മനസ്സിലാക്കിയവന് പിന്നെ അയാൾക്ക് ബന്ധനമുണ്ടോ? ഇല്ല. അതുകൊണ്ട് മോക്ഷമോ രണ്ടും അപ്രസക്തമായി തീരുന്നു. അയാൾ നിത്യമുക്തനായി. അതും കൂടി പറയുന്നത് ശരിയല്ല. ബന്ധനമുള്ളവനേ മുക്തിയുള്ളൂ. ബന്ധനമേ ഇല്ല എന്ന് വന്നാൽ പിന്നെ മുക്തനാണ് എന്ന് പറയുന്നതിന് പ്രസക്തി ഇല്ലാതെയാവും. തസ്മിൻ ദൃഷ്ടേ പരാവരേ ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. ഈ ഒരു ശ്ലോകം നിങ്ങൾ എല്ലാവരും ചൊല്ലൂ. അനുഗ്രഹമുണ്ടാവട്ടെ. നിങ്ങളുടെ കുടുംബം പവിത്രമാകട്ടെ. 21 തലമുറയ്ക്ക് ഈ പുണ്യബലം നീണ്ടു നിൽക്കട്ടെ. ഉപനിഷത്തിലെ 4 വരിയെങ്കിലും ചൊല്ലൂ. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ഛിദ്യന്തേ സർവസംശയാ ഛിദ്യന്തേ സർവസംശയാ ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി ക്ഷീയന്തേ ചാസ്യ കർമാണി ക്ഷീയന്തേ ചാസ്യ കർമാണി
क्षीयन्ते चास्य कर्माणि തസ്മിൻ ദൃഷ്ടേ പരാവരേ तस्मिन् दृष्टे परावरे തസ്മിൻ ദൃഷ്ടേ പരാവരേ तस्मिन् दृष्टे परावरे ഞാനൊന്ന് ചൊല്ലാം, നിങ്ങളെല്ലാവരും കേട്ടോളൂ. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ. വളരെ നിർണായകമായിട്ടുള്ളൊരു ശ്ലോകമാണിത്. എന്താണ് ആത്മജ്ഞാനം? എന്താണ് ബ്രഹ്മജ്ഞാനം? ഇതിൻ്റെ പരമസിദ്ധി എവിടം വരെയാണ്? ഇത് ആരാ പറഞ്ഞു തരിക? എന്താ? മനസ്സിലുള്ള സംശയങ്ങളെല്ലാം ഉലർന്നുപോയി ഞാൻ എന്ന് പറഞ്ഞ് മറ്റെല്ലാറ്റിൽ നിന്നും എന്നെ വ്യത്യസ്തമാക്കി നിർത്തുന്ന ആ കെട്ടുണ്ടല്ലോ, അത് അഴിഞ്ഞുലർന്നു പോയി. പ്രാരബ്ധം, സഞ്ചിതം, ആഗാമി എന്ന് പറയുന്ന കർമ്മവിശേഷങ്ങൾ ഒന്നും ബാക്കി നിൽക്കാതെ എല്ലായിടത്തും ഒരുപോലെ ആ ബ്രഹ്മതത്വപ്രകാശം പരിലസിക്കുമ്പോൾ, അത് അനുഭവമാകുമ്പോൾ, അപ്പോഴാണ് ഒരു മനുഷ്യന് അധ്യാത്മമായിരിക്കുന്ന സിദ്ധിയും പൂർണ്ണതയും നിറവും തികവും ഉണ്ടാവുന്നത്. ഇത് മനസ്സിലും ബുദ്ധിയിലുമാണ് ഇത് ഉദിക്കുന്നത്, ശരീരത്തിലല്ല. നമ്മുടെ ജീവിതം തന്നെ നിലനിൽക്കുന്നത് മനസ്സിലാണ്. അനുഭവങ്ങൾ മുഴുവൻ മനസ്സിലാണ്, ഉണർവ് മുഴുവൻ മനസ്സിലാണ്. കാഴ്ച നടക്കുന്നത് മനസ്സിൽ, ശ്രവണം നടക്കുന്നത് മനസ്സിൽ, മണം മനസ്സിൽ, രുചി മനസ്സിൽ, സ്പർശം മനസ്സിൽ, അകത്ത്, ഉള്ളിൽ, പുറത്തല്ല. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നോക്കി കാണുമ്പോഴും ആ കാഴ്ച ഉള്ളിലാണപ്പോൾ നടക്കുന്നത്, പുറത്തല്ല. പുറം എന്നുള്ളത് ഉള്ളു രചിക്കുന്ന ഒരു ഭാവമാണ്, ഒരു സങ്കല്പമാണ്, ഒരു പ്രത്യയമാണ്. മനസ്സില്ലാതെ ഒന്നുമില്ല. ഈ പരമപ്രകാശത്തെ എങ്ങനെയാ ചിത്രീകരിക്കുക? ഉപനിഷത്ത് കർത്താവ് അങ്കിരസ് പറയാണ്, ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ സർവമിദം വിഭാതി. ഈ മന്ത്രം ചൊല്ലിയിട്ടാണ് കർപ്പൂരം കത്തിച്ച് ഒഴിയാറുള്ളത്, ക്ഷേത്രത്തിലും എല്ലാ സ്ഥലത്തുമൊക്കെ. എന്താ അതിൽ പറയുന്നത്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ പരമപ്രകാശമാണ് ഈശ്വരൻ. ആ പരമപ്രകാശം എങ്ങനത്തതാ? പുറത്ത് കാണുന്ന പ്രകാശം കണ്ണിന് കാണുന്നതാണ്. ഇപ്പോൾ വെളിച്ചം എന്ന് പറഞ്ഞു, ഈ വെളിച്ചം കണ്ണിനാണപ്പാ. ഉള്ളിലുള്ള മനസ്സിനെ കാണിച്ചു തരാൻ ഈ വെളിച്ചത്തിന് പറ്റുമോ? മനസ്സിലൊരു ചിന്ത വന്നു, ദുഃഖം വന്നു, സുഖം വന്നു, ഒരു യുക്തി കയറി. ഈ അറിവും ഉണർവും ഒക്കെ സ്ഫുരിക്കുന്നത് ഉള്ളിലാണ്. അതിനെ കാണിച്ചു തരാൻ ഏത് വിളക്ക, ഏത് പ്രകാശ? അപ്പം നമുക്ക് ഉള്ളിൽ ആന്തരമായിരിക്കുന്ന ഒരു സ്പ്ലെൻഡർ ഉണ്ട്. ദിശ ചാനലിൽ ഞങ്ങൾ കുറേ കൊല്ലങ്ങളായി, 12 കൊല്ലമായി സംസാരിക്കണു. ഞാനും സംസാരിക്കും, നിർവിശേഷാനന്ദ സ്വാമിയും മാജിയും സംസാരിക്കും. ഞങ്ങൾ പലയിടത്തും സംസാരിച്ചതൊക്കെയാണ് അവിടെ എടുത്തിടുന്നത് കൂടുതലായും. ആ സീരീസിന് എന്താ പേരെന്നറിയോ നിങ്ങൾക്ക്? ഇന്നർ സ്പിരിച്വൽ സ്പ്ലെൻഡർ എന്ന്. ആ ആന്തരമായിരിക്കുന്ന അധ്യാത്മ പ്രകാശം എന്നാണ് അതിന് പേര്. എൻ്റെ പൊന്നു കൂട്ടരെ, നിങ്ങളൊക്കെ മരമണ്ടന്മാരാ. എന്താ കാരണം? നിങ്ങൾക്ക് പ്രകാശം എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നൊരു വിചാരമാണ്. അപ്പം നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി തരുന്നത് അത് പ്രകാശമല്ലേ? മനസ്സിലൊരു ഒരു വിചാരം, ഒരു ചിന്ത, ഒരു സ്മരണ വന്ന ഉടനെ മനസ്സിലാവുന്നുണ്ടല്ലോ വന്നു എന്ന്. ഏത് വിളക്കും ഏത് പ്രകാശവുമാണത് കാണിച്ചു തരുന്നത്?
അത് സൂര്യപ്രകാശമാണോ? അല്ല. ചന്ദ്രപ്രകാശമാണോ? അല്ല. നക്ഷത്രങ്ങളുടെ പ്രകാശമാണോ? അല്ല. അഗ്നിയാണോ? അല്ല. മിന്നലാണോ? അല്ല. മിന്നുങ്ങിൻ്റെ പ്രകാശമാണോ? അല്ല. പുറത്ത് കാണുന്ന ഒരു പ്രകാശവുമല്ല. അപ്പം ഈ പുറം പ്രകാശത്തെപ്പോലും കാണിച്ചു തരുന്ന ഒരു ഉൾപ്രകാശമുണ്ട്. ആ ഉൾപ്രകാശത്തിൻ്റെ അടുത്ത് സൂര്യനും ചെല്ലില്ല, ചന്ദ്രനും ചെല്ലില്ല, നക്ഷത്രവും ചെല്ലില്ല. എന്നിട്ടാണോ ഞങ്ങൾ ഈ കാണിക്കുന്ന ദീപത്തിൻ്റെ നാളം എന്ന് ചോദിച്ചിട്ടാണ് ആരത്തി ഒഴിയണതപ്പ. ഞാൻ ആരോട് പറയാനാ? അത് ആരോട് പറയാനാ? നിങ്ങൾ ജീവിക്കുന്ന ഈ പുണ്യഭൂമിയിൽ ചരിത്രാതീത കാലം മുതൽക്കേ വളരെ തപസ്സോടുകൂടി തീവ്രമായ ബുദ്ധിയോടും തീവ്രമായ ധാരണയോടും കൂടി ദീർഘകാലം തപസ് ചെയ്ത് ഇന്ദ്രിയങ്ങളും ശരീരവും മനസ്സും ബുദ്ധിയും അഹങ്കാരവുമെല്ലാം പവിത്രമായി ശുദ്ധമായി ദിവ്യമായി അങ്ങനെയുള്ള ഉള്ളിൽ സത്വമൂർത്തികളായിട്ടുള്ളവർക്ക് ഉള്ളിൽ ഉദിച്ച പ്രകാശമാണത്. അതാണ് ഈ ഉപനിഷത്ത്. ഇങ്ങനെ ഒരു വിശേഷപ്പെട്ട ജ്ഞാനവിഭവം നമ്മുടെ രാജ്യത്തിൽ രൂപപ്പെട്ടത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. അപ്പാ അനാദികാലം മുമ്പ് മുതൽക്കുണ്ട്. രൂപപ്പെട്ടത് പിന്നെയും ആവട്ടെ, അത് ഇന്നേ വരെ പോകാതെ സൂക്ഷിച്ച നമ്മുടെ മുൻ തലമുറകളെപ്പറ്റി നിങ്ങൾക്കുള്ള വിലയിരുത്തൽ എന്താണെന്നാ ഭൂമാനന്ദ സ്വാമി ചോദിക്കുന്നത്. ഒരു തലമുറയോ 2 തലമുറയോ ആണ്? അല്ല. 100, 1000, 10000, ലക്ഷം അല്ല അല്ല അല്ല. ഈ കണ്ട തലമുറ മുഴുവനും ഒരൊറ്റ തലമുറയെങ്കിലും അതിനെ പോകാതെ സൂക്ഷിച്ചുല്ലോ. അതെങ്ങനെയാപ്പാ സാധിച്ചത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു മുതൽ സൂക്ഷിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അച്ഛൻ തന്ന ഏതെങ്കിലും ഒരു സാധനം നിങ്ങളുടെ വീട്ടിലുണ്ടോ? മുത്തച്ഛൻ ഉപയോഗിച്ചത് വല്ലതും നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എങ്ങനെയാ ഇത് സൂക്ഷിച്ചവർ? ഒന്ന് ആലോചിക്കണപ്പാ. ഞാൻ വല്ലവരുടെ കഥയല്ല പറയുന്നത്. നിങ്ങളുടെ മുത്തച്ഛൻ്റെയും മുതുമുത്തച്ഛൻ്റെയും ആ പരമ്പരയിൽപ്പെട്ടവരുടെ കഥയാണ് പറയുന്നത്. ഇത് നിങ്ങളല്ലാതെ ആരാ ഇതിനെപ്പറ്റി ആലോചിക്കുക? ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം. ഉള്ളിൽ ഈ പ്രകാശം ഉള്ളപ്പോഴാണ് ഈ പുറം പ്രകാശമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ കിടന്നുറങ്ങി, ആ ആളുടെ മുൻപിൽ ഒരു അഗ്നിനാളെങ്ങനെ ഒഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അയാൾക്കത് കാണാൻ പറ്റുമോ? പറ്റില്ല. ഉൾപ്രകാശമില്ല, കിടന്നുറങ്ങാണ്. അപ്പം ഈ പുറം പ്രകാശത്തെ വെളിപ്പെടുത്തി തരുന്നത് ഉൾ സാന്നിധ്യമാണപ്പാ. വെളിപ്പെടുത്തുക എന്നുള്ള അർത്ഥത്തിലാണ് പ്രകാശം എന്നുള്ള വാക്ക് നമ്മൾ എടുക്കുന്നത്. പ്രകാശിപ്പിക്കുക, വെളിപ്പെടുത്തുക. അപ്പം ആ ഉള്ളിൽ സ്വയം പ്രകാശമായി സ്വയം തെളിച്ചമായി എന്തോ ഒന്നുണ്ട്. അതിൻ്റെ സാന്നിധ്യത്താലും സഹായത്താലുമാണ് ഈ കാണുന്ന പ്രകാശങ്ങൾ മുഴുവൻ നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് വെളിപ്പെടുന്നത്. ആ മൂലസ്രോതസ്, ആ മൂലപ്രകാശം, ആ ഉള്ളിലുള്ള ജാജ്വല്യമാനത, അതിനെ എങ്ങനെ ഈ അഗ്നിയും നാളവും ഈ പഞ്ചാരത്തിയും ഗിഞ്ചാരത്തിയും ഒക്കെ അതിനെ വെളിപ്പെടുത്തുവപ്പാ? വെളിപ്പെടുത്തില്ല. എന്നാലും അതിലുള്ള ശ്രദ്ധയും ഭക്തിയും ഒക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഇത്രമാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഒഴിയുന്നത്. ന തത്ര സൂര്യോ ഭാതി, അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല. ന ചന്ദ്രതാരകം, ചന്ദ്രനുമില്ല, നക്ഷത്രവുമില്ല. നേമാ വിദ്യുതോ ഭാന്തി, ഈ ഇടിമിന്നൽ പ്രകാശം അതുമില്ല. കുതോയമഗ്നി, പിന്നെയാണോ ഞാൻ കൊളുത്തിയിട്ടുള്ള ആ കർപ്പൂരത്തിൻ്റെ നാളമോ പഞ്ചമുഖ ദീപത്തിൻ്റെ നാളമോ? തമേവ ഭാന്തം അനുഭാതി സർവം. ആ ഉൾപ്രകാശമുള്ളപ്പോഴേ ഈ പുറം പ്രകാശങ്ങളെ തിരിച്ചറിയാനേ നമുക്ക് പറ്റുള്ളൂ. ഈ പ്രകാശങ്ങളെല്ലാം അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്നതാണ്. തസ്യ ഭാസ സർവമിതം വിഭാതി. അതിൻ്റെ പ്രകാശത്താലാണ് അനന്തവും അനന്ത വൈവിധ്യതയുമുള്ളതായ ഈ പ്രപഞ്ചം മുഴുവനും പ്രകാശിക്കുന്നത്. അത്ര വിശേഷപ്പെട്ടതാണ്. ഈ ഒരു ശ്ലോകം കൂടി പറയാം.
ന തത്ര സൂര്യോ ഭാതി ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നിഃ കുതോയമഗ്നിഃ തമേവ ഭാന്തം തമേവ ഭാന്തം അനുഭാതി സർവം അനുഭാതി സർവം തസ്യ ഭാസാ തസ്യ ഭാസാ സർവമിദം വിഭാതി സർവമിദം വിഭാതി. ഇനി എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. പറയണമെന്ന് ഞാൻ ചിലപ്പോൾ സംശയിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരാളാണല്ലോ, വെട്ടി തുറന്ന് ഉള്ള കാര്യം അടിച്ച് തകർക്കുന്ന ഒരാളാണ് ഞാൻ. ചെറുപ്പമേ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയാണ്. ഞാനിവിടെ തൃശ്ശൂർ നല്ലൊരു സദസ്സാണല്ലോ. കൊല്ലങ്ങൾ മുൻപ്, 50 കൊല്ലം മുൻപ് അവിടെ ഒരു ദിവസം കയറിയിരുന്ന് പറയുക, അതേ ഞാനിവിടെ കയറിയിരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാനല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാകേണ്ടത് പറയാനാണ്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയും. പക്ഷെ ആ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം, ആ തരത്തിൽ പറയാനുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാനല്ല. എന്ത് നാം ഇഷ്ടപ്പെടണമോ അത് പ്രഖ്യാപിക്കാനാണ് ഇവിടെ വന്നിരുന്നിരിക്കണത്. അത് ഞാൻ ചെറിയ കുട്ടിയാണ്, അടിച്ചങ്ങോട്ട് തകർത്തു, എല്ലാവരും കേട്ടിരുന്നു. എന്താ നിങ്ങൾ വിചാരിക്കണേ? ഇങ്ങനെ ഒരു ശാസ്ത്രം നിങ്ങൾക്ക് എവിടെ അത് കാണാൻ പറ്റുക? ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ, കുട്ടികൾക്കൊരവസരം കൊടുക്കാതെ, അതിൻ്റെ ചെറിയൊരു തുണ്ട് പോലും സംസാരിക്കാതെ, എന്താ അത് നിങ്ങൾക്ക് കുട്ടികളുടെ അടുത്ത് പറഞ്ഞൂടെ? എൻ്റെ മോനെ, ഞാൻ നീ പറയുന്നുണ്ടല്ലോ, ഇതാരെയാ ഈ പറയണത്? ഞാൻ മലേഷ്യയിൽ പോയി ഒരു വീട്ടിൽ താമസിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടി, ഈശ്വരൻ എന്നാണ് അവന് പേര്. അന്ന് അയാൾ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുക. അപ്പോൾ ഐ എന്ന് പറഞ്ഞ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഐ ആൻഡ് മൈൻഡ് ഐ വാസ് എക്സ്പ്ലെയിനിങ്. See, everything in this world you refer to as mine. My body, my mind, my intelligence, my ego, my father, my car, my house. But what is this I? The I is something entirely different. ആ കുട്ടി ഉടനെ പറയാണ്, so far I thought that I have been using it. Now I have understood that I itself is an existence. And I have to think about it. I only know about the my, but not about the I. But without the I, how can the my become? ആ കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞതാണ്. അപ്പം നിങ്ങളൊക്കെ കുട്ടികളെ പറഞ്ഞു ധരിപ്പിക്കണില്ല. എന്താ? താനുണ്ണാത്തവർ വരം കൊടുക്കില്ലല്ലോ. നമ്മുടെ കയ്യിൽ തന്നെ ഇല്ല ഈ ചരക്ക്. പിന്നെ എങ്ങനെയാണ് കുട്ടികളോട് പറയുക? സ്കൂളിൽ പോയി പഠിച്ചോളൂ. എടോ, തൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് പഠിക്കാൻ എന്തെങ്കിലും വേണ്ടേ? അതിന് വീട്ടിലുള്ളവർക്ക് ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. നല്ലതിനൊന്നും പറഞ്ഞയക്കില്ലല്ലോ. ആരെങ്കിലും പോയാൽ തന്നെ മുടക്കാനാ ഗൃഹസ്ഥന്മാരുടെ പോക്ക്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? ഞാൻ നാസിക്കിലേക്ക് പോയി കുറേ കൊല്ലം മുൻപ്, ബോംബെയിൽ നിന്ന് ആരോ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ പോയി ഇരിക്കുമ്പോൾ ഞാൻ നല്ലൊരു ഒരു വലിയ ഉത്സാഹത്തിലാണ്. അപ്പോൾ എൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോയവർ അന്ന് അവർക്ക് എന്നേക്കാൾ പ്രായം കൂടും. അവർ നമസ്കരിച്ച് വളരെ ഭവ്യമായി അടുത്തിരുന്നു. എന്നിട്ട് പറയുകയാണ്, സ്വാമിജി, ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾക്കൊരു ഗുരുവുണ്ട്. ആ ഗുരുവിനോട് വലിയ ഭക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ഞങ്ങൾ. അപ്പോൾ സന്യാസിമാരോടൊക്കെ വലിയ ബഹുമാനമാണ്. അപ്പം ഞങ്ങളൊരു ക്ഷേത്രത്തിൽ പോവുകയെ അവിടെ വലിയ വഴിപാട് കഴിക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല. ഞങ്ങൾ ഈ ഗുരുഭക്തിയാണ് മുറുകി പിടിച്ചിരിക്കണേ. ഇതിന് വല്ല അർത്ഥമുണ്ടോ, ശരിയാണോ ചോദിച്ചു. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, കത്തുന്ന തീയിൽ നെയ്യൊഴിച്ച മാതിരിയായി. ഞാൻ പറഞ്ഞു, ഞാൻ മറുപടി പറയാം, നിങ്ങൾ കേൾക്കുമോ? എന്നാൽ തയ്യാറായിരുന്നുള്ളൂ. നോക്കൂ, നിങ്ങളൊരു ക്ഷേത്രത്തിൽ പോണു. ആ ക്ഷേത്രത്തിൽ ആരെ കണ്ടാ തൊഴുന്നത്? അവിടെ ഒരു പ്രതിമയുണ്ട്.
മിക്കവാറും ആ പ്രതിമ കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാവും. അത് കൃഷ്ണശില കൊണ്ടുണ്ടാക്കിയത്. അതിനെ ഈ അഭിഷേകാദി ദ്രവ്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നിറം പോവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു കല്ലാണ്, ആരെന്ത് പറഞ്ഞാലും ശില്പി ഉണ്ടാക്കിയ കല്ലാണ് അവിടെ പ്രതിമ. അതിന് ചന്ദനം ചാർത്താം, അഭിഷേകം കഴിക്കാം, മാല ചാർത്താം, ഒക്കെ ചാർത്തിക്കോളൂ, ദീപാരാധന നടത്തുന്നത് ഒക്കെ സമ്മതിച്ചു ഞാൻ. പക്ഷേ സംഗതി കല്ലല്ലേ? അതെ. ആ കല്ലിന് നിങ്ങൾ അവിടെ പോയാൽ നിങ്ങൾ വന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? കഷ്ടപ്പെട്ടിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും സങ്കടം പറഞ്ഞോ ആവശ്യം പറഞ്ഞോ അത് കേൾക്കോ? ഇല്ല. നിങ്ങളുടെ ഗുരുവിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം കേൾക്കൂലപ്പാ. നിങ്ങളൊരു വിഷമം പറഞ്ഞാൽ, ഓ നമ്മുടെ അടുത്ത് വന്ന ശിഷ്യന് ഈ വിഷമമുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് തോന്നൂല്ലോ, അവർക്ക് തോന്നൂല്ലോ. അപ്പം നിങ്ങൾ ക്ഷേത്രത്തിൽ പോയാൽ നിങ്ങളുടെ സങ്കടം നിങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. ഒരു ഗുരുസന്നിധിയിൽ ചെന്നാൽ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ഒരാളും കൂടിയുണ്ട് അവിടെ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതിനനുസരിച്ച ഒരു പ്രതികരണവും ഉണ്ടാവും. അങ്ങനെ ഒരു പ്രതികരണം വിഗ്രഹത്തിൽ ഉണ്ടാവുമോ എന്ന് ചോദിച്ചു. അവർക്ക് സമ്മതിക്കേണ്ടി ഒന്നുമില്ല എന്ന്. ഇതിലേറെ നിങ്ങൾക്ക് ഇനി എന്ത് തെളിവ് വേണം? അപ്പം നിങ്ങളുടെ ഗുരുഭക്തി ഏറ്റവും വിശേഷപ്പെട്ടതാണ്. ആ ഗുരുഭക്തിയോട് ഒക്കില്ല ഈശ്വരഭക്തി, ഒക്കില്ല. ഗുരുവിന് എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ വേണ്ടതുപോലെ നയിക്കാനുള്ള ഒരു അവസരവും താല്പര്യവും അദ്ദേഹത്തിനുണ്ടാവും. അത് ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവഃ. ജലമയമായിട്ടുള്ളത് തീർത്ഥങ്ങളല്ല, അപ്പുമയാനി തീർത്ഥാനി ന ദേവാമൃച്ഛിലാമയാഃ. മണ്ണുകൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള വിഗ്രഹങ്ങൾ ദേവന്മാരല്ല. തേ പുനന്തി ഉരുകാലേന. അവയുടെ അടുത്ത് ചെന്ന് ദീർഘകാലം ഉപാസിച്ചാൽ ആ ഉപാസിക്കുന്നവൻ്റെ ഉപാസനാബലം കൊണ്ട് കുറച്ച് ശുദ്ധി കൈവരണു. നേരെ മറിച്ച് ദർശനാദേവ സാധവഃ. സാധുജനങ്ങൾ, മഹാത്മാക്കളുണ്ടല്ലോ, തത്വജ്ഞാനികൾ, അവരെ പോയി നമസ്കരിച്ച് അവരുടെ ആ കരുണാകടാക്ഷം നിങ്ങളുടെ മേൽ പതിഞ്ഞാൽ ആ ഒരൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് ശുദ്ധി വരെ. ക്ഷേത്രത്തിൽ പോയാൽ ആ വിഗ്രഹം നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവണമെന്ന് വിചാരിക്കണ കൂടിയില്ല എന്ന്. നോക്കൂ മുണ്ടകോപനിഷത്ത് എന്ത് പറയുന്നു. യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വ കാമയതേ യാംശ്ച കാമാൻ തം തം ലോകം ജയതേ താംശ്ച കാമാൻ തസ്മാദാത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഃ. ഈ ഭാരതഭൂമിയിൽ തത്വജ്ഞാനികളോടും സാധുജനങ്ങളോടും മഹാത്മാക്കളോടുമുള്ള ഭക്തി അകൈതവമാണപ്പാ. നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ആ കുംഭമേള അവസരങ്ങളിൽ നിങ്ങൾ വടക്കേ ഇന്ത്യയിൽ ചെല്ലണം. എത്ര സന്യാസിമാരെ അവിടെ വന്ന് തമ്പടിക്കുന്നറിയാമോ? അവിടെ എല്ലാവർക്കും ഭിക്ഷ നൽകുന്ന ഒരു സമ്പ്രദായ. കച്ചവടക്കാരും ബാക്കിയുള്ളവരും ആരാന്ന് എനിക്കറിയില്ല. അവരെല്ലാവരും വന്ന് ഇന്നന്ന സാധനങ്ങൾ വിഭവങ്ങളോടുകൂടി ഭിക്ഷ കൊടുക്കണമെന്നാണ്. ഭണ്ഡാര ഭണ്ഡാര എന്നാണ് അതിന് പറയുക. അവിടെ വന്നിരിക്കുന്നവരെ ഊണ് കഴിക്കാനിരിക്കുമ്പോൾ അവരുടെ മടിയിലാണ് അവർ 1000, 2000, 5000, 10000, 100, 50 ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതുണ്ടാവുമല്ലോ. അവർക്കനുസരിച്ചിട്ടുള്ള പൈസ അവരുടെ മടിയിലിട്ട് കൊടുത്ത് ഭക്ഷണം കൊടുത്തായി. ഇനി ചില വഴികളുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്കത് കേട്ടാൽ ദഹിക്കുമെന്ന് തന്നെ അറിയില്ല. എന്താണ് അവിടെ മനുഷ്യർക്കുള്ള ഭക്തി എന്നറിയാമോ നിങ്ങൾക്ക്? ഇക്കണ്ട ക്ഷേത്രങ്ങളും പ്രതിമകളുമെല്ലാം ഉള്ളപ്പോൾ അവയൊക്കെ കവച്ചു വെച്ചുകൊണ്ടുള്ളൊരു ഭക്തിയും ഒരു പാരമ്യതയുമാണ് ഈ സജ്ജനങ്ങളോട് നമ്മുടെ ജനങ്ങൾക്കുള്ളത്. എന്താ അതിന് കാരണം എന്നറിയോ? യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വഃ കാമയതേ യാംശ്ച കാമാൻ തം തം ലോകം ജയതേ താംശ്ച കാമാൻ തസ്മാദാത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഃ. എന്താ ഈ ശ്ലോകത്തിന് അർത്ഥം എന്നറിയാമോ?
യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധ സത്വ. തപസ്സുകൊണ്ട്, തത്വവിചാരം കൊണ്ട്, ധ്യാനം കൊണ്ട്, തത്വമനനം കൊണ്ട് എല്ലാം തൻ്റെ ശരീരത്തിലും മനസ്സിലും മാത്രം അധിഷ്ഠിതമാണ്. തൻ്റെ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും മാത്രം അധിഷ്ഠിതമായിരിക്കുന്ന ആ നിഷ്ഠയുണ്ടല്ലോ, തത്വമനനം, തത്വവിചാരം, ധ്യാനം, ഇതൊക്കെ നമ്മുടെ സ്വന്തം ശരീരവും മനസ്സും ചെയ്യുന്നതല്ലേ. അങ്ങനെ ചെയ്ത് ഒരു മനുഷ്യനെ ശുദ്ധമായി, ആ ശുദ്ധമൂർത്തിയായി എന്നുണ്ടെങ്കിൽ ആ ആളെ വിശുദ്ധ സത്വൻ എന്നാണ് പറയുക. ആ മനസ്സിലൊരു പൊട്ടും പൊടലും ഉണ്ടാവില്ല, പരദൂഷണം ചെയ്യില്ല, ഒരാളോടും ശത്രുതയില്ല, അജാത ശത്രുവാവും, സാധിക്കുമെങ്കിൽ ഉപകാരം ചെയ്യും, ഉപദ്രവം ചെയ്യില്ല. അങ്ങനെയുള്ള വിശുദ്ധ സത്വന്മാരുണ്ടല്ലോ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യം യം ലോകം മനസാ സംവിഭാതി. വാക്കുകളുടെ അർത്ഥമാണ് ഞാൻ പറയണത്. അവരുടെ മനസ്സിൽ ഏതേത് ലോകങ്ങളോ ഏതേത് ലക്ഷ്യങ്ങളോ ഏതേത് വിഷയങ്ങളോ ആണോ അവരുടെ മനസ്സ് വിഭാവനം ചെയ്യുന്നത്. കാമയതേ യാംശ്ച കാമാൻ. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു അഭിലാഷമാണെന്നിരിക്കട്ടെ, അവർക്ക് വേണ്ടിയിട്ടോ ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടോ ഒരു അഭിലാഷം മനസ്സിലങ്ങോട്ട് ജനിച്ചാൽ തം തം ലോകം ജയതേ. ആ സ്ഥലത്ത് ആ സംഗതി അവർക്ക് അങ്ങോട്ട് കിട്ടുന്നു. താംശ കാമാൻ. ആ അഭിലാഷങ്ങളും നിറവേറും. തസ്മാത് ആത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഹ. അതുകൊണ്ട് ആത്മജ്ഞാനിയെ, ഐശ്വര്യപ്രിയന്മാരെ, ഐശ്വര്യകാമികളായിട്ടുള്ളവർ പോയി കുമ്പിട്ട് വണങ്ങി നിങ്ങളുടെ അഭിലാഷം അറിയിക്കൂ. അപ്പോൾ ക്ഷേത്രത്തിൽ പോകുന്നതിനാണോ കൂടുതൽ ഫലം, ആരോ ആത്മജ്ഞൻ്റെ അടുത്ത് പോകുന്നതോ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിരിയുന്ന സങ്കല്പങ്ങൾക്കനുസരിച്ച് പല കാര്യങ്ങളും സംഭവിക്കുമപ്പാ, പല കാര്യങ്ങളും. ഈശ്വരൻ ഇവിടെ ഒന്നും സങ്കല്പിക്കുന്നില്ല. മഹാവിഷ്ണു എന്താ ചെയ്യണേ? എപ്പോൾ നോക്കിയാലും കിടന്നുറങ്ങുക പാമ്പിൻ്റെ മുകളിൽ. ഒരു കുഴപ്പമില്ല, നല്ല തണവാ. ആരെങ്കിലും ചെന്ന് വിളിച്ചാൽ കണ്ണൊക്കെ ഒന്ന് തിരുമ്മി എണീറ്റ് എന്താ വർത്തമാനം എന്ന് ചോദിക്കും, എന്നിട്ട് വല്ലതും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ കിടന്നുറങ്ങുകയാണ് മഹാവിഷ്ണു. അദ്ദേഹം ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരാത്മജ്ഞാനി വിശുദ്ധ സത്വനാകുമ്പോൾ ആ വിശുദ്ധ സത്വത്തിൻ്റെ മനസ്സിൽ വിരിയുന്ന സങ്കല്പങ്ങളുണ്ടല്ലോ, പ്രത്യയങ്ങളെല്ലാം, അത് സാക്ഷാത്കരിക്കപ്പെടും. എനിക്കൊരു സന്താനമില്ല എന്ന് പറഞ്ഞ ഒരാൾ വന്ന് നമസ്കരിച്ചു, ഒരു സന്യാസിയോ അല്ലെങ്കിൽ ഒരു തത്വജ്ഞൻ്റെ അടുത്ത് നമസ്കരിച്ച് ഉടനെ ആ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുകയാണ് അവരുടെ ഭക്തിയും അവരുടെ ഫീലിങ്സും സങ്കടമൊക്കെ ശരി, അങ്ങനെ ആവട്ടെ എന്ന് മനസ്സുകൊണ്ട് പറയും. ആ പറഞ്ഞാൽ സന്താനം ഉണ്ടാവാറുണ്ട്. യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധ സത്വ കാമയതേ യാംശ്ച കാമാൻ തം തം ലോകം ജയതേ താംശ്ച കാമാൻ തസ്മാദാത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഃ. വടക്കേ ഇന്ത്യയിലാണല്ലോ സന്യാസത്തിന് കൂടുതൽ പ്രചാരം. ഇവിടെയൊക്കെ ക്ഷേത്രം 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 അത്രയേ ഉള്ളൂ. എന്താ ക്ഷേത്രത്തിലുള്ള തേവരും മിണ്ടില്ലല്ലോ. മിണ്ടിയൊക്കെ കുഴപ്പമാണ്. ഓരോ ഭക്തനും വന്ന് നമസ്കരിക്കുമ്പോൾ അയാളുടെ മുഖം നോക്കി തൻ്റെ ഉള്ളിൽ ഈ തകരാറുണ്ടല്ലോ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ടോ, എനിക്കൊന്നും വേണ്ടാന്ന് പറയാൻ തുടങ്ങി ആരെങ്കിലും പോവോ? പിന്നെ അവിടെ ഒരു മഹാത്മാവിൻ്റെ അടുത്ത് പോകുമ്പോൾ അദ്ദേഹം സംസാരിക്കും, കാണാനും കേൾക്കാനും സംസാരിക്കാനാണല്ലോ പോകുന്നത്. അപ്പോൾ വടക്കേ ഇന്ത്യയിൽ സന്യാസിമാരോട് വലിയ ഭക്തിയാണ്. അവിടെ ചില സന്യാസിമാർ മഹാരാജാക്കന്മാരെ മാതിരി വിഭവങ്ങളുള്ളവരാണ്. ഒരു സന്യാസിയുടെ കയ്യിലുള്ള വിഭവമെല്ലാം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലുള്ളത് പോലെയാണ്. ക്ഷേത്രത്തിലുള്ളത് മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണത് ഹാൻഡിൽ ചെയ്യുക. ഇവിടെ സന്യാസിയും ശിഷ്യന്മാരും കൂടി വേണ്ടതുപോലെ ഇരിക്കുകയാണെങ്കിൽ ആ കിട്ടിയതൊക്കെ വേണ്ടതുപോലെ ചെലവ് ചെയ്യാനാണല്ലോ അവിടെ ഇരിക്കുന്നത്. അത് അർഹിക്കുന്ന രീതിയിൽ വേണ്ടതുപോലെ ചെയ്യാൻ. അപ്പം അവിടെ വിഭവസമൃദ്ധമായിട്ടുള്ള ആശ്രമങ്ങളും കാണാം. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്?
അതിൻ്റെ രഹസ്യം ഇതാണ്. മനുഷ്യരുടെ ഭക്തി കല്ലിനോടും പ്രതിമയോടും അങ്ങോട്ട് പോകുന്ന മാതിരി അതിനേക്കാൾ ഏറെ ഈ മഹാത്മാക്കളുടെ പാദങ്ങളിൽ ചെല്ലുകയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ കൊടുക്കും. തരാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ചെറിയ മനുഷ്യർ വരും, ചെറിയ തോതിൽ കൊടുക്കും. വലിയ മനുഷ്യർ വന്ന് വലിയ തോതിൽ കൊടുക്കും. അതിനിപ്പോൾ എന്താ ചെയ്യുക? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വമാണപ്പോൾ. മഹത്വം. ഞാൻ എപ്പോഴും പറയും, 10-66 കൊല്ലം മുമ്പ് കൽക്കത്തയിൽ ജോലിയൊക്കെ വിട്ട് മാണ്ഡൂക്യോപനിഷത്ത് വായിച്ച് ഈ അറിവ് ശരിക്ക് ആദരിക്കുന്നവൻ, കയ്യിൽ വന്നവൻ ഒരു നിമിഷം നിൽക്കരുത്. അവൻ യതിയായി സഞ്ചരിക്കണം, യാദൃച്ഛികമായി ജീവിക്കണം, പരബ്രഹ്മത്തിന് ഒഴുമുറി കൊടുക്കണം തൻ്റെ ജീവിതത്തെ എന്നാണ് പറയുന്നത്. ഇതങ്ങോട്ട് വായിച്ചാൽ പിന്നെ അവിടെ ഇരിക്കാൻ തോന്നും. പോയി തലമുടിയൊക്കെ വെട്ടിച്ചു, സന്യാസവേഷം മേടിച്ചു, എൻ്റെ ഗുരുദേവൻ്റെ അടുത്ത് തരാൻ പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു. അന്ന് മുതൽക്ക് ഇന്നേ വരെ എനിക്ക് പറയാനുള്ളത്, എന്നെ സ്വാഗതം ചെയ്തു വരുന്നത് ഇന്ത്യ രാജ്യത്തിലുള്ള തെരുവുകളാണ്. എന്നെ സംരക്ഷിക്കുകയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, താങ്ങി തലോടുന്നുണ്ടെങ്കിൽ അദൃശ്യമായിരിക്കുന്ന ദുഷ്ടഹസ്തങ്ങളാണ്. എന്താ ഈ ജീവിതത്തിൻ്റെ മഹത്വം? നിങ്ങൾ ആലോചിച്ചാൽ മനസ്സിലാവുമോ? എല്ലാവരുടെ ഉള്ളിലും സ്വാർത്ഥം. സന്യാസിമാർ പരാർത്ഥനിഷ്ഠന്മാരാണ്. അവർ പറയുന്നതും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ കയ്യിലുള്ളതും എല്ലാം പരാർത്ഥമാണ്. ആ പരാർത്ഥത ഈ വിശുദ്ധ സത്വത്തിന് മാത്രമേ അങ്ങനെ വരുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യരെ എന്താ ഞാൻ പറയുക? ഈ ഉപനിഷത്ത് പറയുന്നുണ്ടല്ലോ, ആരും ഈ ശ്ലോകം ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല, ആരും വ്യാഖ്യാനിച്ചും കേട്ടിട്ടില്ല. യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വ കാമയതേയാംശ കാമാൻ തം ലോകം ജയതേ താംശ കാമാൻ തസ്മാദാത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമ. എൻ്റെ ഒരു ഭക്തനുണ്ട്, ഇപ്പോഴും ഉണ്ട്. കല്യാണം കഴിച്ച് 2 കൊല്ലമേ ആയുള്ളൂ. അപ്പോഴേക്ക് ഇവിടെ വന്നപ്പോൾ പറയുകയാണ്, എൻ്റെ വൈഫിന് ഒരു ഗർഭപാത്രം ഓപ്പറേഷൻ വേണം. എടോ ഇതെന്താണോ ഇത്? ഇത്ര ചെറുപ്പത്തിൽ എന്താ ഓപ്പറേഷൻ? ഗർഭപാത്രം ഒന്ന് തിരിഞ്ഞിരിക്കണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഗർഭം ധരിക്കില്ല. 2 കൊല്ലമല്ലേ ആയുള്ളൂ. അപ്പോഴേക്കും തിരിഞ്ഞു പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? താനൊന്നും മിണ്ടാണ്ടിരിക്കുക, കുറച്ചൊന്ന് ക്ഷമിക്കുക, 2 കൊല്ലമല്ലേ ആയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ഇവിടെ മാതാജി ഉള്ള സമയമാണ്. അപ്പോൾ അവർ പറഞ്ഞു, അച്ഛനൊരു കാര്യം, എന്നെ അച്ഛനാ വിളിക്കുക, അച്ഛനൊരു കാര്യം ചെയ്യൂ, ഒരു ഇത്തിരി വെണ്ണ ആ കുട്ടിക്ക് ജപിച്ചു കൊടുക്കുമെന്ന്. അങ്ങനെ 2 ആൾക്കാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇതുവരെ. അപ്പോൾ ഞാൻ അവിടെ പൂജാമുറിയിൽ ചെന്നിരുന്ന് ഇത്തിരി വെണ്ണ തരാൻ പറഞ്ഞു. അത് കയ്യിൽ വെച്ച് കണ്ണടച്ചിരുന്നു. ഒരു 20-25 മിനിറ്റ് കണ്ണടച്ച് വെച്ചിട്ട് കൊടുക്കും, അത് കഴിക്കും. അങ്ങനെ ഒരാഴ്ച കൊടുത്തു. ഇവിടുന്ന് പോയിട്ട് അധികം താമസിക്കാതെ ഗർഭം ധരിച്ച് ഒരു ആൺകുട്ടി ഉണ്ടായി. ഇത് ചെയ്തത് ഞാൻ നിങ്ങളോട് തുറന്നു പറയണു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. എൻ്റെ കയ്യിൽ വെണ്ണ വെച്ച് കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നു. അവർ പറഞ്ഞുല്ലോ ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. ആ ചരിത്രം മനസ്സിലുണ്ടാവുമല്ലോ. ഒരു വിചാരവും മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നെ ഒരാൾക്കും ഇതുപോലെ അമേരിക്കയ്ക്ക് ഞങ്ങൾ പോകുമ്പോൾ മരുന്ന് മേടിക്കാനായിട്ട് ഞങ്ങളുടെ അടുത്ത് പ്രിസ്ക്രിപ്ഷൻ തന്നു. ആ കുട്ടിക്കും ഇങ്ങനെ നമ്മുടെ സുലഭാദേവി മാതാജി പറഞ്ഞു ഇത്തിരി വെള്ളം ജപിച്ച് കൊടുക്കുന്നു. ആ കുട്ടിക്ക് കൊടുത്തു. 2 കുട്ടികളുണ്ട് അവർക്ക്. എന്താ നിങ്ങൾ ഈ പറയുന്നത്? ഇത് ഭയങ്കര ക്ഷേത്രത്തിൽ പോയിട്ടും സന്താനം ഉണ്ടാവുന്നവരുണ്ട്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? എൻ്റെ ദൃഷ്ടിയിൽ ഈ ലോകം മൂകമല്ല, ബധിരമല്ല. അതിന് സർവത്ര കണ്ണും കാതും ഉള്ളതാണ്. കാലില്ലാതെ അത് ഓടിയെത്തും, ചിന്തിക്കാതെ പാഞ്ഞെത്തും. നമ്മുടെ ഉപനിഷത്തിൽ പറയുന്നതൊക്കെ ശരിയാണ്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന ആ പവിത്രതയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന കളി. ആ പവിത്രതയാണ് ഉപനിഷത്തുകൾ അനുശാസിക്കുന്നതും ഉപദേശിക്കുന്നതും ആവേശം കൊള്ളിക്കുന്നതുമെല്ലാം. നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹവും ഇല്ലാതെ ആവട്ടെ, തപസ് മാത്രമായി തീരട്ടെ. ഈ നാരായണാശ്രമ തപോവനത്തിൽ ഇവിടെ ജ്ഞാനനിഷ്ഠ എന്നൊരു നിഷ്ഠ മാത്രമേ ഉള്ളൂ ഇവിടെ ഇതുവരെ. ഇത് എത്ര കാലം നിൽക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ജ്ഞാനനിഷ്ഠ. എന്താ ഈ ജ്ഞാനനിഷ്ഠ? ഇവിടെയുള്ളവരെ ആലോചിക്കും, പറയും,
കേൾക്കും, ചിന്തിക്കും. മനസ്സിനാണ് ശുദ്ധി വരേണ്ടത്. അതിന് ചന്ദനം പൂശിയാലൊന്നും ശുദ്ധി മനസ്സിന് വരില്ല. മനസ്സിന് ശുദ്ധി വരണമെങ്കിൽ മനന പ്രക്രിയയിലൂടെ മാത്രമേ ശുദ്ധി വരുള്ളൂ. അവിടെ ആ മനനമാണ് നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ നമുക്ക് തൊടുത്തുവിടുന്നത്. ഞാൻ ഈ പറയണതൊക്കെ തത്വമനന. ഈ ശ്ലോകം ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് നിർത്താം. യം യം ലോകം മനസാ സംവിഭാതി വിശുദ്ധസത്വഃ കാമയതേ യാംശ്ച കാമാൻ തം തം ലോകം ജയതേ താംശ്ച കാമാൻ തസ്മാദാത്മജ്ഞം ഹ്യർച്ചയേത് ഭൂതികാമഃ. ഐശ്വര്യം അഭിലഷിക്കുന്നവർ പോലും ആത്മജ്ഞനെ പോയി വണങ്ങി 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 പ്രാർത്ഥിക്കട്ടെ എന്നാണ് പറയണേ. അപ്പോൾ വിഗ്രഹത്തോടുള്ള ഭക്തിയോ മേലെ, അതോ ഒരു ഗുരുവിൻ്റെ നേരെയുള്ളതോ എന്നുള്ളതിന് ഇപ്പം നിങ്ങൾ വേണം മറുപടി പറയാൻ. നിങ്ങളാണ് മറുപടി പറയും. അതാണ് വടക്കേ ഇന്ത്യയിൽ ഒരു പ്രോവർബുണ്ട്. ഒരു ഭാഗത്ത് ഗുരു നിൽക്കണു, ഒരു ഭാഗത്ത് ഹരിയും നിൽക്കണു. ആരെയാ ഞാൻ മുമ്പ് വന്നിക്കുക എന്ന് എനിക്കറിയില്ല എന്ന്. അത്ര വിശേഷപ്പെട്ടതാ. ഇരിക്കട്ടെ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഹരി ഹരി. നമുക്കൊരു സമാപന ഓങ്കാരം ജപിക്കാം. എല്ലാവരും തയ്യാറായിക്കോളൂ. ഓ